സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പേര് പടവരാട് ജോസഫ് എന്ന്. ഉദ്ദേശം 29 വർഷങ്ങൾക്ക് മുമ്പ് ഒല്ലൂർ പഞ്ചായത്തിലെ ഒറ്റ വേർപെട്ട ദൈവവിശ്വാസിയും ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് ഞാനൊരു മദ്യപാനത്തിന് അടിമയായി ജീവിക്കുന്ന കാലം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ പെന്തക്കോസ്ത് മീറ്റിംഗ് കൂടാൻ ഇടയായി. വർഷം 1984. എല്ലാ സ്ഥലത്തും പതിവായി കാര്യങ്ങൾ അറിയാൻ പോകുന്നൊരു സ്വഭാവം എനിക്ക് അന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാഴ്ച, ഒരു അന്വേഷണം എന്ന ബന്ധത്തിൽ മാത്രമേ എന്നുള്ളൂ. സത്യം എടുക്കാനോ സത്യം വിശ്വസിക്കുവാനോ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ചെന്ന് ഒരു മീറ്റിങ്ങിലിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ കാര്യങ്ങൾ മനസ്സിലായി. ആരോ ഒരാൾ നിന്ന് ഒരു മേശറോടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. എനിക്ക് ആകത്തുക ഞാൻ നോക്കിയപ്പോൾ അതിൽ അവർ ക്രിസ്ത്യൻ തന്നെയാണ്. ഞാൻ ഒരു റോമൻ കാത്തോലിക്കനാണ്. ക്രിസ്ത്യമാണെങ്കിലും അവർക്ക് യേശു ക്രിസ്തുവിന് കുറച്ച് ഉന്നൽ കൊടുത്ത് തീക്ഷ്ണതയോടുകൂടെ ഇത്തിരി തീവ്രവാദത്തോടുകൂടെ പറയുന്നൊരു കൂട്ടരാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അത് എന്തിനാണ് ഇങ്ങനൊരു വലിയ മതങ്ങളുള്ളപ്പോൾ എന്നൊരു ചിന്തയും വരാതിരുന്നില്ല. പക്ഷേ ഇതെൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് മറന്നു കടന്നുപോയി. ആരോ ആ കൂട്ടത്തിൽ എന്നെ കണ്ട് പരിചയിച്ചവർ എന്നെ ഒന്ന് അന്വേഷിച്ച് വീടിൻ്റെ അവിടെയൊക്കെ അന്വേഷിച്ച് എന്നെ വന്ന് കാണുകയും എന്നോട് അതിനെക്കുറിച്ച് വിശകലനങ്ങൾ ചെയ്തു. ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ പലപ്പോഴും ഒഴിഞ്ഞു മാറി. പക്ഷെ അവരുടെ സ്നേഹവും പെരുമാറ്റം വളരെ സൗമ്യത ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു നേരം പോക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ പ്രത്യേകത, മറ്റു മതത്തിന് എന്താ പ്രശ്നം എന്നൊക്കെയുള്ളത്. അപ്പോൾ അവർ അതിൻ്റെ ചില സത്യങ്ങൾ പറയുന്നു. അത് വചന വെളിച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ കയ്യിൽ എപ്പോഴും ബൈബിൾ ഉണ്ടായിരിക്കും. ബൈബിൾ വിഷയമായിട്ടാണ് മാത്രമേ അവർ സംസാരിക്കൂ. അപ്പോൾ ഒരു റൗണ്ട് ഞാനും വീട്ടിൽ കത്തോലിക്ക് ബൈബിൾ വായിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ബൈബിളിന് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണാനില്ല. അങ്ങനെയൊക്കെ കുറച്ച് നാളുകൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു വിഷയമുണ്ട്. ഈ പുകവലി മദ്യപാനത്തിന് ഞാൻ അടിമയായിട്ട് വളരെ അസ്വസ്ഥതകളോ ഇതിനൊന്നും മോചനമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ കടന്നു പോവുകയായിരുന്നു. അത് ഒന്നും ഒരു സ്ഥലം കൊണ്ടും ശരിയാകില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എൻ്റെ അജ്ഞത. അങ്ങനെയാണെങ്കിലും ഞാനിവരുടെ മീറ്റിങ്ങിൽ ഈ വചനപ്രസംഗത്തിൻ്റെ ആകർഷണം കാരണം അന്നത്തെ പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററോടുള്ള ആ വചനത്തോടുള്ള താല്പര്യത്തിൽ പുള്ളി പറയുന്ന ചില ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്നുള്ള ചില അവരുടെ തീക്ഷ്ണതകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നേരം പോക്കിന് ഞാൻ പോയി കുറച്ച് സമയം ഇരിക്കും. അത് കഴിഞ്ഞ് ആരും അറിയാതെ, എൻ്റെ നാട്ടുകാരോ വീട്ടുകാരോ ആരും അറിയാതെ ഞാൻ മടങ്ങിപ്പോരും. വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു പുറത്തിറങ്ങി കഴിഞ്ഞ് വീഡിയോ വലിക്കും. അതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയുടെ സമയമായി കഴിഞ്ഞാൽ അന്ന് ഇത്രയധികം TV ഒന്നും നമ്മുടെ അവിടെ വന്നിട്ടില്ല. തിയേറ്ററിൽ പടം കാണുന്ന ഒരു ഇതാണ്. അങ്ങനെ കണ്ട് പടം കണ്ട് വീട്ടിൽ പോവും. പൈസയുടെ സൗകര്യം ഉണ്ടെങ്കിൽ മതിവയ്ക്കും. അങ്ങനെ ജീവൻ തള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എന്നോട് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഇടപെട്ടു. ആ ഇടപെട്ടത് എങ്ങനെയാണെങ്കിൽ ഒരു പാപബോധമാണ്. അത് എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊരു നിയോഗം എനിക്ക് എൻ്റെ മനസ്സിൽ സ്വയം. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല. പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ ഞാൻ താഴ്ത്താണ് കിടക്കുന്ന ഒരു പായ വരിച്ച് കട്ടിലില്ല. അപ്പോൾ എൻ്റെ തലയ്ക്കൊരു ബീഡി ഉണ്ടാവും. തലയ്ക്ക് നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിയോഗം എങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്: ദൈവമേ, ഈ പുകവലിയും മദ്യപാനവും എൻ്റെ നിർത്തി കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം എന്നായിരുന്നു പ്രാർത്ഥന. അങ്ങനെ രാവിലെ സമയത്ത് ഞാൻ എൻ്റെ കുട്ടി ഇപ്പം മകള് വിവാഹം കഴിഞ്ഞ്
അവൾക്ക് 2-3 മക്കളായി, കുട്ടികളായി, വിശ്വാസിയാണ്, വളരെ സന്തോഷമായ ആത്മീയ ജീവിതം നയിക്കുന്നു. ഈ കുട്ടി ആയിരിക്കുമ്പോൾ ഈ കുട്ടിയോട് ഞാൻ രാവിലെ എഴുന്നേറ്റ വശം എടുത്തൊരു ബീഡി കൊടുക്കും. ആ ബീഡി കൊണ്ട് അടുപ്പിൽ വിറക് കത്തിക്കുന്ന അടുപ്പാണ്, അതിനകത്ത് കത്തിച്ച് കൊണ്ടുവന്ന് പതിവാണ്. ഞാനത് വാങ്ങിച്ച് വലിച്ചതിന് ശേഷം എഴുന്നേറ്റിരുന്ന് വലിച്ചതിന് ശേഷം പിന്നെ ബാത്റൂമിലേക്ക് ഒക്കെ പോയി അങ്ങനെ പോകുന്ന വെച്ചാൽ. പക്ഷേ ആ രാവിലെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞ പോലെ, ദൈവാത്മാവെന്നൊന്നും അന്ന് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ കുട്ടിയോട് ഈ ബീഡി എടുത്തിട്ട് കൊടുത്തില്ല. നീ ഒന്ന് പരീക്ഷിച്ച് നോക്കാം വീഡിയോയിൽ നിൽക്കുമെന്ന്. അത് വർഷങ്ങളായിട്ട് മദ്യപാനം നിർത്തിയാലും നിർത്താൻ സാധിക്കാത്തൊരു ബന്ധനമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഈ ബീഡി കൊടുക്കാതെ ഞാൻ നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എടുത്ത് ഇതിന് പ്രേരിതനാകുമെന്നാണ് എൻ്റെ പരിചയം, മുമ്പത്തെ അനുഭവം. പക്ഷെ അതുണ്ടായില്ല. അത് പരീക്ഷിച്ചാലും മണിക്കൂറുകളോളം പരീക്ഷിച്ച് നോക്കി, ഉണ്ടായില്ല. ആ ദിവസം മുഴുവൻ പരീക്ഷിച്ച് നോക്കി, ഉണ്ടായില്ല. പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി ഉണ്ടോയെന്ന് നോക്കി, മനസ്സിന് ഉണ്ടായില്ല, ശക്തിയുണ്ട്. എന്നാൽ പിന്നെ നാളെയും കൂടി നോക്കാമെന്ന് ഓർത്ത് ഇത് അതാണ് എൻ്റെ ആദ്യത്തെ തുടക്കം. അങ്ങനെ ഇരിക്കാല്ലേ മദ്യപാനത്തിൽ നിന്നും പിന്നീട് എനിക്ക് മോചനം ഉണ്ടായി. അങ്ങനെ ഇരിക്കെ ഞാൻ കുറേ നാൾ, അപ്പോൾ ഇതെല്ലാം സഭക്കാർക്ക് അറിയാം. ഞാൻ ഈ സഭയിൽ പോയി, നെല്ലിക്കുന്ന് IPC സഭയാണ്, അവിടെ ഞാൻ അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ നാളെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു 5-8 മാസത്തോളം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, എനിക്ക് എന്തിനാണ്, അപ്പോൾ പലരും എന്നോട് പ്രേരിപ്പിച്ചു, സ്നാനപ്പെടണം. പാസ്റ്ററല്ല കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്ക് വരാൻ തന്നെ തോന്നാത്ത വിധത്തിലുള്ള അസ്വസ്ഥതകൾ കൂടെ അവർ ഇച്ചിരി പരിജ്ഞാനക്കുറവിൽ അവർ സംസാരിക്കുക. കുറച്ച് സ്പീഡ്, അത്രയ്ക്ക് സ്പീഡിൽ ഞാൻ വളർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അവർ പ്രേരിപ്പിക്കുമ്പോൾ ഞാനത് ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായപ്പോൾ ഞാൻ കുറച്ചൊന്ന് പിന്മാറി, ചർച്ചിലേക്ക് പോകാണ്ടായി. അപ്പോൾ അവിടെ അന്വേഷണം തുടങ്ങി. ഞാൻ അറിയുന്നില്ല അന്വേഷണം തുടങ്ങിയത്. അതേ തുടർന്ന് പിന്നെ പോയില്ല, ചർച്ചിലേക്ക് പോയില്ല. മദ്യപിക്കുന്ന സ്ഥലത്ത് എനിക്ക് വളരെ സ്വാഗതമാണ്. അങ്ങനെ മദ്യം കഴിക്കാത്ത മനുഷ്യൻ മദ്യപിക്കുന്ന സ്ഥലത്ത് വന്ന് എന്നെ അന്വേഷിച്ച് കാത്തു നിൽക്കണമെന്ന് സന്ധ്യ നേരത്ത്. അപ്പം മദ്യം വന്ന് തീർന്നു പോയിട്ട് ഒരു സ്ഥലത്തുനിന്ന് വരുന്നു നോക്കി മദ്യപാനികളൊക്കെ കൈയും കാലൊക്കെ വിറച്ച് നിൽക്കാൻ പറ്റാതെ കാത്തു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ കടന്നു വരുന്നത് അവരുടെ ഇടയിലേക്ക്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അന്നത്തെ സ്വഭാവത്തിൽ ഒന്ന് കുറച്ച് പരിഹസിച്ചു. അതെ, എനിക്കിതിൽ യാതൊരു ബന്ധമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ എന്താ വന്ന് നിങ്ങളെങ്ങനെ ഇന്ന ആൾ എന്നെ കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യം എന്താ, ഞാൻ നിങ്ങളുടെ ചർച്ചിൽ വരാൻ പാടില്ല, എനിക്ക് പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഞാനെന്ന് വന്നു. എൻ്റെ സ്വഭാവം അങ്ങനെയായി പോയി. നിങ്ങൾ എന്തായാലും അവിടെ വരണം. എനിക്കവിടെ വരേണ്ട കാര്യം എന്താ, അന്ന് ഞാൻ വന്നു, നിങ്ങളിങ്ങനെ പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനെന്തിനാ വന്നിട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നിങ്ങൾ വന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ഞാനായിട്ട് വരുന്നതുകൊണ്ട് എന്തായാലും വരണം, എനിക്ക് വേണ്ടി വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ദുഃഖത്തിലും ഭാരത്തിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ചർച്ചിലേക്ക് പോകുന്നവർക്ക് പിന്നെയും പോയി കഴിഞ്ഞപ്പോൾ അവിടെ വളരെ സ്വാഗതവും വലിയ ഇതൊക്കെ ആയിട്ട് കാര്യമായിട്ട് സ്വീകരണമൊക്കെ ആയിട്ട്. പക്ഷെ എന്തോ ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട് ഇവരുടെ സ്നേഹത്തിൽ ഞാനകപ്പെട്ട് ഇവർ പ്രാർത്ഥിച്ചു. എൻ്റെ മദ്യപാനം നിന്നു, പുകവലി നിന്നു. ഞാനിങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നതൊക്കെ ഭാര്യ ശ്രദ്ധിച്ചു തുടങ്ങി. എനിക്കുള്ള മാറ്റം ഇങ്ങനെ ഭക്തിയില്ലാത്ത ആൾ പാടുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കും, ഇയാൾക്ക് എന്ത് പറ്റി എന്നുള്ള ചിന്തയിൽ ഭാര്യ അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ ഭാര്യ ഒരു സാധു സ്ത്രീയാണ്, പാവണം. പുള്ളിക്കാരത്തേക്ക് ഉപദ്രവമില്ലായിരുന്നത് എന്നെ കൊണ്ട് എന്ത് പ്രശ്നമില്ല. ആൾ അങ്ങനെ കുഴപ്പക്കാരിയല്ല, മറ്റേ ആഭ്യന്തര കാര്യമൊന്നും തിരക്കണ ആളല്ല. ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബൈബിളിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ ആണ് കാണുന്നത്, മനസ്സിലാക്കുന്നത്. അതിൽ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്കതിൽ കുറച്ച് ആകർഷണം അവരോട് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. വചനപരമായിട്ട് അവരോട് എനിക്കൊരു ചായ്വ് എന്തോ എനിക്കറിയില്ല ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അവർ പറയുന്ന കാര്യത്തോട് എനിക്ക് വളരെ യോജിപ്പുണ്ടാവുന്നു. നമ്മളെ പള്ളിയിലൊന്നും ഇത്തരം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. അവിടെ മാറ്റം, പിന്നെ എനിക്ക് പുകവലിക്ക് മാറ്റം, മദ്യപാനം എന്നൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അതിലേക്ക് ചേരുമോ എന്ന് ചോദിച്ചു. ഞാൻ
ചേരാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കാതിരുന്നില്ല, അവിടുത്തെ വചനം കേൾക്കണം, അങ്ങനെ ഒരു നിർബന്ധം എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഞായറാഴ്ചയും പോവുകയാണ്, എൻ്റെ ഡ്രസ്സ് തേക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. അപ്പോൾ എങ്ങനെ ഒരു വിശ്വാസികൾ പറഞ്ഞു, നിങ്ങൾ മദ്യപാനം നിർത്തിയോ എന്ന് വെച്ചാൽ നിർത്തി. നേരമാണോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങുമോ? അപ്പോൾ പറഞ്ഞു, ഇനി മുമ്പത്തെ പോലെയല്ല, ഇത് ഞാൻ ഈ പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഇനി നിർത്തിയത് തന്നെയാണെന്നോ. അവർക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചവരോട് അങ്ങോട്ട് ചോദിച്ചു, ഈ സ്നാനം എന്ന് പറയുന്ന വിഷയം നിർബന്ധമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് എന്നാലേ എനിക്ക് സ്നാനപ്പെടണം. ഉടനെ അവർ ഞെട്ടി, നിങ്ങൾ സ്നാനപ്പെടാറായിട്ടില്ല, നിങ്ങൾ എടുത്തു ചാട്ടാൻ ശരിയല്ല, നിങ്ങൾ ഇപ്പം സ്നാനപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് അങ്ങനെയൊക്കെ ഉണ്ടോ, ഇതിൽ ആര് വന്നാലും ചേർക്കുന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ചേർക്കില്ല എന്ന് പറഞ്ഞവർ, അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞവർ. അങ്ങനെയുണ്ടോ, ഞാൻ പുറത്തുനിന്ന് കണ്ട പോലെയല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഞാൻ ഇതിലെങ്കിലും വന്നൊന്ന് സ്നാനപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ഇതെങ്കിലും ഒന്ന് അനുസരിച്ച് മര്യാദക്കാരനാവാന്ന് വെച്ചപ്പോൾ നിങ്ങൾ ഇവിടെ ഇടം തരില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, അത് കുറച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാവാണ്ടോ കുറച്ച് കഴിയിട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തിനു പറയണോ, ദൈവം എനിക്ക് സഹിഷ്ണുത തന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നെ നോട്ട് ചെയ്ത കൂട്ടത്തിൽ എൻ്റെ പരിസരത്തൊക്കെ അവർ പോയി അന്വേഷിച്ചു ഞാനറിയാതെ. അപ്പം ഞാനിങ്ങനെ ആൾക്കൂട്ടത്തിൽ വളരെ മാറി, മുമ്പത്തെ കൂട്ടുകെട്ടുകളൊന്നും തീരെ കാണാനില്ല എന്നുള്ള അറിവുകൾ അവിടെ കിട്ടി. അതോടൊപ്പം ഇവിടുത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ പലപ്പോഴും ഈ കൂട്ടത്തിലൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മുടി കുറച്ച് നീട്ടിയിട്ടുണ്ട്, മീശയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രത്യേകതകളും എൻ്റെ മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കാല്ല പെട്ടെന്ന് ഇവർ എല്ലാവരും കൂടി അവർ തീരുമാനിച്ചു, സഭയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ പലരും തീരുമാനിച്ചു അങ്ങനെ സ്ഥാനപ്പെടുത്തണ്ടേ എന്ന് പറഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്ഥാനപ്പെടുത്താം എന്നൊരു തീരുമാനത്തിൽ അവർ തീരുമാനിച്ചു. വിവരം ഞാൻ അറിഞ്ഞു. അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അതിന് മുമ്പ് സ്വീകരിച്ചിരുന്നു. അത് 1984 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിനായിരുന്നു. അതിനുശേഷം ഒരു 26-ാം തീയതി ഓഗസ്റ്റ് 26-ാം തീയതി തന്നെ ഞാൻ സ്ഥാനപ്പെട്ടു കർത്താവിനെ. അങ്ങനെ ഇരിക്കാൻ ഈ സ്ഥാനപ്പെടുമ്പോൾ ഡ്രസ്സ് വീട്ടുകാരിൽ നിന്ന് എങ്ങനെ നിങ്ങൾ പുറത്ത് കടത്തും അവരറിയാതെ എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു. വിശ്വാസികളൊക്കെ അതിൽ വളരെ സംശയിച്ചു, ഇത് പിന്മാറി പോകുമോ എന്നൊക്കെയുള്ള ചിന്ത. വീട്ടിൽ വല്ല തടസ്സങ്ങളും. എൻ്റെ അമ്മായിമ്മ, ഭാര്യയുടെ അമ്മ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ പെട്ടെന്ന് കൊണ്ടുപോകാനും അതിന് വേണ്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ എനിക്ക് അത് ചെയ്യേണ്ടതായിട്ട് ഒരു സാഹചര്യം വന്നു. ഉടനെ ആ ഉത്സവത്തിൽ ഞാൻ ഇവരോട് പറഞ്ഞു, നല്ലൊരു നോർമലായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ചടങ്ങ് എനിക്ക് ആ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, നിങ്ങളെ മനോഭാവം എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥാനപ്പെടുന്ന ഒരു പിളർപ്പും ഭാര്യയിൽ നിന്നുണ്ടായില്ല. അപ്പോൾ അളിയൻ എൻ്റെ MSc അന്ന് കോളേജിൽ പഠിക്കുക, സെൻറ്റ് തോമസിൽ, ഒരു ചെറുപ്പക്കാരനാണ്. പുള്ളി പറഞ്ഞു, ഇതൊന്നും ശരിയായ മതമല്ല എന്നൊക്കെ എന്നോട് കുറച്ചൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, അവിടുത്തെ ആളുകൾ ഇന്ന സ്വഭാവക്കാരാണ് എന്നൊക്കെ ചില കാര്യങ്ങൾ പുള്ളിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ആളുകളെ നോക്കി പോകണമെന്നല്ല, ഞാനതിൽ എന്നെ ആകർഷിപ്പിച്ച ഒരു ദൈവവചനമുണ്ട്, ആ വചനത്തിനെയാണ് എനിക്ക് വിഷയം. അവിടെ പറയുന്ന വചനം അതെൻ്റെ പള്ളിയിൽ കേട്ടിട്ടില്ല, എനിക്കറിയില്ല, ആരും കേൾപ്പിച്ചിട്ടില്ല. എനിക്കതിനോട് ഒരു മമത തോന്നി. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രമാണം നമ്മുടെ ബൈബിളിലുള്ളതാണ് ഈ സ്നാനം. അതുകൊണ്ട് ഞാൻ ആ കൽപ്പന അനുസരിക്കണം. അത് വിശ്വാസ സ്നാനമാണ്, ശിശു സ്നാനമല്ല. അത് പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കണം പ്രായപൂർത്തിയായി എന്നൊക്കെ ഞാൻ അവനോട് ചില ന്യായങ്ങൾ പറഞ്ഞു. വോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ പ്രായപൂർത്തിയായവനോ വോട്ട് കൊടുക്കുള്ളൂ, വോട്ടവകാശം, പൗരത്വം, അതുപോലെ ചില പ്രാധാന്യം ഞാൻ അതിൽ കാണുന്നു. അപ്പോൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞാനത് സ്വീകരിക്കും എന്നാണ്. നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, നീ ഒന്ന് കാണാൻ വന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. എനിക്കൊരു ഇതായിരിക്കും എന്ന് പറഞ്ഞു, എനിക്കൊരു താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ അദ്ദേഹത്തോട് ഇടപെട്ടു. ആ ബന്ധം ആ പാസ്റ്റർ പിന്നെ അവനെ ക്ഷണിച്ചു. ചില ദിവസങ്ങളിൽ ഞാനില്ലാതെ തന്നെ പാസ്റ്റർ വീട്ടിൽ പോയും അവർ കുറേ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു. ഉടനടി അവൻ സ്നാനപ്പെട്ടു. അവൻ സ്നാനപ്പെടുന്ന കൂട്ടത്തിൽ ഭാര്യയും സ്നാനപ്പെട്ടു. എൻ്റെ ആദ്യത്തേതായിരിക്കുന്ന സുവിശേഷ പ്രവർത്തനത്തിൻ്റെ പരിവർത്തനം അവിടെ വെച്ച് ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടയൽവാസികൾ, ഒരു വീട്ടുകാരൻ എനിക്ക് പണം കെട്ടിയിട്ട് പോയതാണെന്നുള്ള ചിന്തയിൽ
എന്നോട് തിരക്കാനായിട്ട് ആരും അറിയാതെ വീട്ടിൽ വന്നു. നിക്കോദമൂസ് രാത്രി വന്ന പോലെ എന്നുവെച്ചാൽ കാര്യങ്ങൾ തിരക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഉള്ള സത്യാവസ്ഥ പറഞ്ഞു. ഞാനത്ര അവരുടെ നല്ല അഭിപ്രായമുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നുണ പറയാമെന്ന് വിചാരിച്ചു. ഈ സ്ഥലം കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. എന്നെ നടത്തിപ്പുകാരെ കാണുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു വിരോധമില്ല എന്ന് പറഞ്ഞു. വേണ്ട ഇതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ വഴികളൊക്കെ പറഞ്ഞു. വന്നു, ഇന്ന ആളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഒരു കുറച്ച് ദിവസം വന്നപ്പോൾ ഇവർക്ക് സഹായമൊന്നും കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു സ്നാനപ്പെടാണ്ടായിരിക്കും എന്ന് ഓർത്തു. അവർ സ്നാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, നാടകം എഴുതുന്ന ആളിന്, അഭിനയിക്കുന്ന ആളിന്, പള്ളിയിൽ പോകാത്ത ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഭാര്യ സ്നാനപ്പെട്ടു. അങ്ങാടി 700 വീടുകൾ, അന്ന് 700 വീടാണ്, ഇപ്പോൾ ഒരു 2000 വീടുണ്ട് ആ പള്ളിക്ക്. അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം സ്നാനപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസി ഈ അതിര് തർക്കം സംബന്ധിച്ച് വിരോധിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരനങ്ങന്ത് മുഴുവൻ അവർ നോക്കും, അവരനങ്ങന്ത് ഇവർ നോക്കും. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കില്ല ഇവരുടെ പണി. ആ പുള്ളിയെ ഇവരറിയാൻ ഞാൻ എൻ്റെ അടുത്ത് വന്നു. ആ പുള്ളി എന്തിനാ വന്ന് അങ്ങൊരു അവിടെ വരുന്നുണ്ടല്ല, ആളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ പ്രാർത്ഥനക്കാർ വന്ന് അവിടെ പോകും. അപ്പോൾ ഈ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. പുള്ളിക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞ് ചോദിച്ചു വന്നു, സഹായം കിട്ടുമോയെന്ന് ചോദിച്ചു. സഹായം കിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളിക്ക് ഈ നേരിൽ സംഭവം അറിയാമെന്നുള്ളൊരു തോന്നല്ല. പുള്ളിയും ചർച്ചിലേക്ക് വന്നു. പുള്ളിയും ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവരെല്ലാവരും കൂടി പുള്ളിയും പിടികൂടി. ഇതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കാര്യം ഇതൊക്കെ ഈ കൽപ്പനകളത് മറച്ചു വെച്ചിരിക്കുക എന്നുള്ള സംശയത്തിൽ പുള്ളി ഈ കൽപ്പനകളൊക്കെ അനുസരിച്ചു. അങ്ങനെ പുള്ളി സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലായി. അവരൊക്കെ വിശ്വാസത്തിലുണ്ട്. ഇതേ തുടർന്ന് ഞങ്ങൾ 32 വീടുള്ള റോമുകാർ പാർക്കുന്ന ഒരു അങ്ങാടിയിലാണ്. പണ്ട് കാലത്ത് എൻ്റെ പള്ളിക്കാർ കൊടുത്തിട്ടുള്ള സ്ഥലം അത്. ഞാൻ ഈ ബെല്ലും ബ്രേക്കൊന്നും ഇല്ലാണ്ട് പോയ പോക്ക് ഒന്നും എവിടേക്ക് എത്തിയെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇത് പള്ളിയിൽ ഭയങ്കര ഭൂകമ്പം. പണ്ട് കാലത്ത് ഞാൻ മദ്യപിക്കുകയോ വഴക്കുണ്ടാക്കുകയോ എല്ലാ പ്രശ്നങ്ങളും ചെയ്യുന്ന സമയത്ത് ഒരു അക്ഷരം അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യാത്ത ആളുകൾ, ഇത്രയധികം വലിയ ചർച്ച ആ ലോകത്തിൽ, അവിടെ നാട്ടിൽ ഇത്രയധികം പ്രമാണിമാർ ഉന്നതന്മാർ ചർച്ച ചെയ്യാനുള്ളപ്പോൾ അതിൽ ആ ലിസ്റ്റിലൊന്നും എന്നെ ഉൾപ്പെടുത്താത്ത ആൾക്കാർ ഇപ്പോൾ ഭയങ്കര കാര്യമായി അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ. അതിലൊരു ഭാഗം എൻ്റെ ബന്ധുക്കളടക്കം പല ആളുകളും പള്ളിയിൽ ഒരു മെമ്മോറാണ്ട് എന്നെ പുറത്താക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്തു കംപ്ലൈൻറ്റ്. എൻ്റെ വിശ്വാസ ജീവിതം തകർന്നു പോകാനായിട്ടും പിന്മാറി പോകാനും പതറിപ്പോവാനും ഇതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. സംഘർഷമായി എന്ന് വെച്ചാൽ എൻ്റെ സമനില എവിടേക്ക് ഇനി പോകാമെന്ന്, മദ്യപാനമാണ് എന്തിലാണ് ഞാൻ പോകാമെന്ന് പറയാൻ പറ്റാത്ത മാനുഷികമായി ചിന്തിച്ചാൽ. എന്നാലും ഈ സംഭവം പള്ളിയിലെ പെരുന്നാളിന് കുർബാനയ്ക്ക് ഇത് വായിക്കാൻ പറഞ്ഞിട്ട് വികാരി അച്ഛനെ, അപ്പോൾ പുതിയതായി സ്ഥലം മാറി വന്നിരിക്കുന്ന വികാരി അച്ഛനാണ്, അദ്ദേഹത്തോട് ഇത് വായിക്കാൻ കൊടുത്തെന്നും ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളായി ഞാൻ മാറി എന്നുള്ളതും ശ്രദ്ധേയനായി. ആ നാട്ടിൽ എന്തെല്ലാം അഴിമതികൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ശബരിമലയ്ക്ക് വരെ പോകുന്നവരുണ്ട്. അവരോടൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്കൊരു പിടിയും കിട്ടിയില്ല. രാവിലെ എൻ്റെ വീടിൻ്റെ നേരെയുള്ള ഒരു കത്തോലിക്ക സ്ത്രീ കുർബാന കഴിഞ്ഞ് എൻ്റെ ഭാര്യയോട് വന്ന് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ വീടിനെക്കുറിച്ച്, നിങ്ങളുടെ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച്, നിങ്ങൾ പോയ സഭയെക്കുറിച്ച് ഒരു വലിയ പരാതി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അത് വായിച്ചു. അച്ഛൻ ഇത്രയധികം ജനങ്ങൾ ഇരിക്കുമ്പോൾ ഇത് വായിച്ചിട്ട് പടക്കം പൊട്ടിച്ച് ആക്ഷേപിക്കാൻ വേണ്ടിയായിരുന്നു പിന്നിലെ ആളുകൾ ഇത് കൈകാര്യം ചെയ്തത്. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇത്രയധികം വലിയ സദസ്സിൽ പ്രസംഗിച്ചു. ഇത് നല്ല മതമാണെന്നും ഇവിടെ ഇരിക്കുന്നതായിരിക്കുന്ന പരാതി കൊണ്ടുവന്നവർ മദ്യപാനികളായിരുന്നെന്നും ഞാൻ മദ്യപാനത്തിന് എതിരാണെന്നും രാഷ്ട്രീയത്തിന് എതിരാണെന്നും അച്ഛൻ പറഞ്ഞ വാക്കുകൾ. അതുകൊണ്ട് എൻ്റെ ഇടവക നന്നായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ മദ്യപാനികൾ, അയാൾ പോയി മദ്യപാനം നിർത്തി നല്ല മനുഷ്യനായെന്നുകൂടെ അവരിൽ നിന്ന് തന്നെ, വിരോധികളിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് ആ മനുഷ്യനെ പോലെ പലരും റോമൻ കത്തോലിക്കിൻ്റെ പേരും പറഞ്ഞ് നരകത്തിൽ പോകുന്നതിലും ഭേദം അതൊരു പെന്തക്കോസ്തുകാരനായി സ്നാനപ്പെട്ട് സ്വർഗത്തിൽ പോകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ചെറമ്മൽ ഫ്രാൻസിസ് എന്നാണ് പുള്ളിയുടെ പേര്. പടവരാട് പള്ളി, വലിയൊരു പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞതാ. അങ്ങനെ പറഞ്ഞു എന്നുള്ള വാർത്ത ഞാൻ ഭയങ്കര കേട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനമൊന്നും തോന്നിയില്ല. ഞാൻ അത് വിട്ടോടുകൂടി ആ മതത്തോടും എനിക്ക് വെറുപ്പായി. വാസ്തവം പറഞ്ഞു അവരൊന്നും എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ഇത് ഈ ശബരിമലക്കാർക്ക് ശരണം വിളിക്കാം, രാഷ്ട്രീയക്കാർക്ക് പന്തം കൊളുത്തി ജാഥ വിളിക്കാം, മദ്യപാനികൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് തെറി പറയാം. പെന്തക്കോസ്തുകാർ കൈകൊട്ടി പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഇത്ര വിമർശിക്കാൻ എന്തുണ്ട്? ആ അങ്ങാടിക്ക് 29 കൊല്ലം അവർ ചോദിക്കുന്ന പിരിവുകൾ കൊടുത്ത എൻ്റെ കാരണന്മാർ തൊട്ട്
അവർ ചോദിക്കുന്ന എല്ലാ പിരിവുകൾക്കും ഞങ്ങൾ ആ കാലം വരേക്കും സംഭാവന കൊടുത്തു. എന്നിട്ട് ഇവർ എന്നോട് ചോദിക്കാതെ ഇതിനു വേണ്ടി ഒരു കൂടിയാലോചന നടത്തിയതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന ഉദ്ദേശം എനിക്കറിയണമെന്നൊരു വാശിയായി. അങ്ങനെ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ല. എന്നെ പേടിപ്പിച്ച് കൊണ്ടുവരാമെന്നൊരു ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഒന്നും കൂടി എൻ്റെ വ്യക്തിത്വത്തിന് ഗൗരവം കൂടുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഈ ബൈബിളിനെ പ്രതിയും ഈ സംഭവം ക്രിസ്ത്യമായിരിക്കുന്ന ഈ ആശയത്തെ കുഴപ്പം എന്താണെന്ന് ഒരു വിശദീകരണം ചെയ്ത് എന്നോട് ശരിയായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് വന്നിട്ട് ഞാനത് സമ്മതിക്കാണ്ടാണ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു. അങ്ങനത്തതായിരിക്കുന്ന ഒരു മനോഭാവം ചെയ്യാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഇതിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. തന്നെയല്ല, ഈ പുരോഹിതൻ ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു പാസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരനായിരുന്നു ഈ പുരോഹിതൻ. ചില മുഖാന്തരങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോകണം, മറ്റൊരു ഘട്ടത്തിലേക്ക് പോകണം. ഇദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചു, ഈ അച്ഛൻ്റെ മുറി വരെ ഒന്ന് പറയണം, എൻ്റെ ഒരു പരിചയക്കാരനാണ്, എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു പാസ്റ്ററോട്. പാസ്റ്റർക്ക് എൻ്റെ വീട്ടിൽ വരാം, ഞാൻ സ്വീകരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പള്ളിയിലകത്ത് ഞാൻ കടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ? അത് ഞാൻ അതിനെ വെറുത്തു. അതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട്, എനിക്കത് പറ്റില്ല, ഞാനത് വിട്ടുപോന്നു. ഇനി അത് ഞാൻ തന്നെ തീരുമാനിക്കണം, അതിന് കുറച്ച് എനിക്ക് ആലോചിക്കാനുണ്ട്. എൻ്റെ എന്നെ അവിടെ മരുന്ന് ഞാൻ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ കൂട്ടി കൊണ്ടുപോകാനാണ് ഞാൻ പ്രത്യേകം വന്നത്. അതാ ഞങ്ങൾ ആരോട് ചോദിച്ചിട്ടാന്ന് ചോദിച്ചു, നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. റോമൻ കത്തോലിക്ക മതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കും തോറും വിഷയങ്ങൾ മനസ്സിലാവും തോറും എനിക്ക് അതിനോട് വളരെ അകലം, ഭയങ്കര വിരോധമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാതെ പെട്ടെന്ന് ഈ പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ റൂമൊന്ന് കാണിച്ച് വന്നിട്ട് നിങ്ങൾ മടങ്ങി പോരെ, അതിന് വിരോധം ഉണ്ടെന്ന് വെച്ചു. വണ്ടി ഉണ്ടായിരുന്നു, വണ്ടിയുടെ ബാക്കിൽ കയറി പോയി. അച്ഛൻ്റെ മുറിയുടെ അവിടെ എത്തിയോടുകൂടി അച്ഛനവിടെ ഉണ്ടായിരുന്നു. ഉടനെ എന്നോട് പാസ്റ്റർ പറഞ്ഞു, എന്നെ പരിചയമുണ്ടോ? ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയായിരുന്നു, അതിൻ്റെ പരിചയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ ഓർത്തിട്ട് അതൊക്കെ ശരിയാണ്. ആ കൂട്ടത്തിൽ വേഗം ഞാൻ അങ്ങനെ തിരിയാൻ നിൽക്കുമ്പോഴേക്കും അച്ഛൻ ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ സഭയിൽ പെട്ട ഒരാളാണെന്ന് പറഞ്ഞത് അച്ഛൻ ചോദിച്ചു. നിങ്ങളാണോ ജോസഫ് എന്ന് വെച്ചു. നിങ്ങളിവിടുന്ന് പരാതി പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കി പടക്കം പൊട്ടിക്കാനായിട്ട് കുറേ പേര് എന്നെ സമീപിച്ചു. പക്ഷേ നിങ്ങൾ മദ്യപാനം നിർത്തിയെന്ന് കേട്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ ഞാൻ ഈ ഇടവകയിൽ നന്നാക്കാൻ വന്നിരിക്കുന്ന ആളാണ്. അപ്പോൾ അവർ കുടിച്ചിട്ട് വന്നിരുന്നു, അവരുടെ സ്മെല്ല് എനിക്ക് വിരോധമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കാരണം കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു, അച്ചോ ഒരു പ്രശ്നമുണ്ടായി. എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പോസ്റ്റിൽ ദൈവദാസന്മാർ വന്നിട്ട് ഈ സുവിശേഷ ഘോഷണം അപ്പോസ്തലന്മാർ ചെയ്ത് പ്രസംഗിക്കാൻ മൈക്ക് വെച്ച് പ്രസംഗിച്ചു. അവിടെയുള്ള ചീട്ടുകളിക്കാരും എല്ലാവരും കൂടെ വന്ന്, എൻ്റെ കൂട്ടുകാരാണ്, ഞാൻ ആ അങ്ങാടിയിൽ വളർന്നവരാണ്, എൻ്റെ കൂടെ നടന്നവർ. ഈ ഒരു കാരണം കൊണ്ട് അവർ എന്നെ വെറുത്തിട്ട് കാര്യം മനസ്സിലാക്കാതെ അത് അവമാനിച്ചു. അവർ ഇറക്കി ആ മെസ്സേജ് പറഞ്ഞു തീർക്കട്ടെ എന്ന് ദൈവദാസൻ പറഞ്ഞിട്ട് അനുവദിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് കയറില്ല എന്ന് ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഇവിടേക്ക് വരില്ല എന്ന് ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞത്. പക്ഷേ ഈ അച്ഛനും ഞാനുമായിട്ട് എങ്ങനെ ചേർന്ന് പോകാമെന്ന് ചോദിച്ചു. അച്ഛൻ എനിക്ക് എത്ര സപ്പോർട്ടാണെങ്കിലും എനിക്കതുകൊണ്ട് എന്ത് ഗുണം? ഞാൻ ഈ വിശ്വസിക്കുന്ന സത്യത്തിന് വല്ല വിലയുണ്ടോ എനിക്ക് നാട്ടിൽ? ഞാൻ തെറ്റെന്താ ചെയ്തതെന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അപ്പോസ്തലന്മാർ കടലോരത്തും മീൻ പിടിക്കുന്നവരോടൊക്കെ സുവിശേഷം പറയുന്ന കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചിരുന്നു, അതിലെന്താ തെറ്റെന്ന് ചോദിച്ചു. അപ്പോൾ കാലം മാറിയെന്ന് പറഞ്ഞു അച്ഛനോട്. അപ്പോൾ അവർ സുഹൃത്തുക്കളെന്നുള്ള നിലയ്ക്ക് അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഞാൻ സമ്മതിക്കണു, എനിക്കെതിരൊന്നുമില്ല, നിങ്ങളതിനെ പ്രസംഗിച്ചോ, ഒരാളും തടയില്ല എന്ന് പറഞ്ഞു. അത് അച്ഛൻ ഈ മുറിയിലിരുന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ ഈ വ്യക്തികൾക്കത് മനസ്സിലാവണ്ടേ, അതിന് അച്ഛൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. പരസ്യമായ സ്ഥലത്ത് ഈ ഘട്ടം നടന്ന സ്ഥലത്തേക്ക് അച്ഛൻ ഇതിനോട് യോജിപ്പാണെന്ന് ഒന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാമെങ്കിൽ മാത്രമേ എൻ്റെ ഈ രോഷം മാറുള്ളൂ എന്ന് പറഞ്ഞു. അതെൻ്റെ ആവശ്യമാണ്, എനിക്ക് വഴി നടക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വഴി നടക്കണം. അവർ വീടിൻ്റെ അവിടെ ഞാൻ പുറത്ത് പോയി കഴിയുമ്പോൾ പല സ്ഥലത്തും അങ്ങാടിയുടെ 4 മൂലയ്ക്ക് നിന്ന് രഹസ്യമായി നിന്നിട്ട് ചില സൂത്രധാരകന്മാർ കല്ലെറിയാം. എന്നിട്ട് ഞങ്ങൾ മതം ചേർത്താൻ വേണ്ടി കല്ലെറിഞ്ഞാന്നും പറഞ്ഞിട്ട് വിശ്വാസത്തിലേക്ക് വന്ന ചില വ്യക്തികളുടെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ട്, അവരെ പറഞ്ഞ് അവർ വശത്താക്കാം. എന്നിട്ട് ഞങ്ങളെ വന്ന് കുട്ടികളെ മുല കൂടി മാറിയിട്ടുള്ള കുട്ടികളെ പിടിച്ച് ഭീഷണിപ്പെടുത്താം. ആളില്ലാത്ത നേരം ഞാൻ വരുമ്പോൾ ഇവരൊക്കെ മര്യാദക്കാർ, ഒരു കാര്യം പറയുന്നില്ല.
പക്ഷെ എനിക്കത് ചോദിക്കാനോ കൈകാര്യം ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. അന്ന് എൻ്റെ പഴയ സ്വഭാവത്തിന് അവരതൊന്നും ചെയ്യില്ല. ഇപ്പം അത് ചെയ്യുന്നു. ഇതിനൊരു കോമഡി തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ ഈ പരിചയപ്പെട്ട നിലയ്ക്ക് ഇത് പറയാൻ വന്നതല്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ അധികാരം കൊണ്ട് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നത്? അച്ഛന് ഇതേപോലൊരു മീറ്റിംഗ് ഞങ്ങൾക്ക് അവിടെ നടത്തണം. അച്ഛനായാലും ചെയറിൽ വന്നിരിക്കണം. ഞങ്ങൾ മീറ്റിംഗ് നടത്തും, ജനങ്ങളതൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നടത്താമെന്ന് പറഞ്ഞു. നടത്താമെന്ന് പറഞ്ഞാൽ പോരെ, എന്ന് നടത്തുമെന്ന് ചോദിച്ചു ഞാൻ. ഉടനെ പറഞ്ഞു, നീ വേറൊരു ദിവസം വാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഏത് ദിവസം വരണം ഒന്നും കൂടി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞായറാഴ്ച പറ്റുമെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ പറഞ്ഞു, ഞായറാഴ്ച എനിക്ക് തീരെ നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ അച്ഛന് നേരം ഉണ്ടാവാമെന്ന് ചോദിച്ചു. നീ ഒരു 3 ദിവസം, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വായിയാണ് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞാൻ ചെന്നു. തിങ്കളാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അങ്ങനെ ഞാനും പാസ്റ്ററുമായിട്ട് പുള്ളി ചായയൊക്കെ തന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞു. അതിന് ശേഷമായി പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പുള്ളിയായിട്ടുള്ള ഇടപാട്. തിങ്കളാഴ്ച ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ നീ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിനക്ക് ബുധനാഴ്ച സന്ധ്യയ്ക്ക് 5 മണിക്ക് നിശ്ചയമായിട്ടും നമ്മുടെ യോഗം നടക്കും. അത് നിന്നെ ആ പോസ്റ്റ് മൈക്ക് ഇറക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങടിയുണ്ടല്ലോ ചീട്ട് കളിക്കാരെ, അവിടെ തന്നെയാണ് ഇവിടെ തുടക്കം എന്ന് പറഞ്ഞു. അത് ഇത്തിരി വ്യത്യാസപ്പെടുത്തിയാൽ നല്ലതാണെന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ അച്ഛനോട്. ഒരു വ്യത്യാസം വേണ്ട, അല്ല അത് പിന്നെ ഒരിക്കലാവാം. വേറൊരു സ്ഥലത്ത് നമുക്ക് നടത്താം. അച്ഛനുണ്ടെന്ന് മറ്റൊരു സ്ഥലങ്ങളും ഈ അങ്ങാടി മുഴുവൻ അറിയും, അച്ഛനെ അറിയും. അന്നൊരു ബോധ്യം വരാനാണ്. അവിടെ തന്നെ നടത്തണം. ഞാൻ സെമിനാരി പഠിച്ചു വന്നിരിക്കുന്നത് അവരെ പഠിപ്പിക്കാനാണ്, അവരെന്നെ പഠിപ്പിക്കാനല്ല. അതെനിക്കൊന്നും അറിയണം എന്ന് പറഞ്ഞു. നീ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണമെങ്കിൽ ഞാൻ അതിനു വേണ്ട പ്രോത്സാഹനം ചെയ്യാനുള്ള ആളാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നം അവരുടെ എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഉടനെ ഞാനത് സഭയിൽ ചെന്ന് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. പാടില്ല, പാസ്റ്റർ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. കാരണം പാസ്റ്റർ പറഞ്ഞേ ഈ സംഭവങ്ങളൊക്കെ പാസ്റ്റർക്ക് അറിയാം. പാസ്റ്റർക്ക് ഒരു സ്ഥലത്തു നിന്ന് മർദ്ദനം കിട്ടിയിട്ടുണ്ട് മുമ്പ്. തീക്ഷ്ണതയുള്ള ദേവദാസനാണ്, പാർശ്വബോധനം പ്രസംഗിക്കുന്ന ആളാണ്. പരിഹസിച്ചു. അപ്പോൾ പുള്ളിക്ക് പല അനുഭവമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, അത് എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു. പുള്ളിയുടെ കണക്കിൻ്റെ അപ്പുറത്തായിരുന്നു ദൈവം പ്രവർത്തിച്ചത്. എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമുക്കത് ശരിയാവില്ല, കാരണം അവർ നിന്നെ ഭീഷണിപ്പെടുത്തി കിട്ടാതെ ഇപ്പോൾ നയത്തിൽ വിളിച്ച് കൊണ്ടുപോയി മർദ്ദിക്കാനുള്ളതായിരിക്കും. അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അച്ചായൻ ആ സഭയിലത്തെ അവിടെ ഇരിപ്പുണ്ടായി. പുള്ളിക്കാരനെ, പാഷ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, പാഷ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ അത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. ഒരു സംഭവം കേട്ടാൽ ശരിയോ തെറ്റോ എനിക്കറിയാം. ഇത് എൻ്റെ ദേശത്തെ പ്രവർത്തനമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒന്നും ഞാൻ പറയില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സമയത്ത് ഇത് നടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിൻ്റെ നിരീക്ഷണം എനിക്കൊന്നും അറിയണം, ശരിക്കും റിസൾട്ട് അറിയണം. അപ്പോൾ അതിനൊരു അഭിമുഖം നമുക്കിതിന് വച്ചേ പറ്റുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും എന്ത് നഷ്ടം വന്നാലും എനിക്കത് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ താല്പര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു, നമുക്ക് ഈ വ്യാഴാഴ്ചയല്ലേ മീറ്റിംഗ് വെച്ചിരിക്കണേ, നാളെ മറ്റന്നാളോ പോയി ഈ അച്ഛൻ്റെ മുറിയിൽ തനിച്ചൊന്ന് പോയി നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി പാസ്റ്റും പോരെ. അപ്പോൾ ഇവർ എന്ത് പറയും, അച്ഛൻ എന്ത് പറയണമെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞു. ഇത് നമുക്ക് സഭേനെ അറിയിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അച്ഛൻ ഈ സംഭവം പ്രതീക്ഷയില്ലാണ്ട് ചെന്നപ്പോൾ അച്ഛൻ വരണം വളരെ വിളിച്ചു. നല്ല മനുഷ്യൻ, നല്ല സ്വീകരണം. ഈ അച്ഛനുണ്ടായ ഒരു പ്രത്യേകത വെക്കണോ, അവിടുത്തെ വികാരി അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിരിക്കണേ, അവിടുത്തെ ഇടവകയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി പുള്ളി ചോറും പാത്രം എടുത്ത് ചായ മേടിക്കാനൊന്നും സെൻറ്ററിലേക്ക് പോയില്ല. അവിടുത്തെ ചായ കടയിൽ പോയി ഞങ്ങളെ സെറ്റിലിരുത്തി ചായ മേടിച്ചുകൊണ്ട് വന്ന് പലഹാരം പപ്പടോടും പരിപ്പുവടയൊക്കെ മേടിച്ച് ആളുകൾ അങ്ങാടിയിലുള്ള സെൻറ്ററിൽ നിൽക്കുന്ന പീഡിയക്കാർ മുഴുവൻ നോക്കുക, ഈ അച്ഛൻ എന്തേ കാണിക്കണേ. ഭൃത്യന്മാരാരും ഇല്ല, കപ്പേരില്ല പള്ളിയിൽ, ഇല്ലാത്ത നേരം. പുള്ളി ഒറ്റയ്ക്ക് ഇതിനു വേണ്ടി മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പള്ളിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഭയങ്കര കാഴ്ച. അയാൾ സംസാര വിഷയമായി. ഞങ്ങൾ ഇറങ്ങി പോരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇവർ തമ്മിലുള്ള ഇത് ഇടപാട്. അങ്ങനെ അച്ഛൻ ചായയൊക്കെ കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരി ഇനി നിങ്ങൾ എന്തിനാ വന്നെന്ന് പറയും, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവർക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. കൂടെ വന്നവർക്ക്, സഭക്കാർക്ക് അമ്പരപ്പ് മാറി. അവരെ
അപ്പോൾ ആൾ പറഞ്ഞു ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത വ്യാഴാഴ്ച ഒരു മീറ്റിംഗ് വെച്ചോളം പറഞ്ഞു സംഭവം എന്താണ്ടാവണമെന്ന് അറിയാം, അവിടെ ഒന്നും ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഇവർ പറഞ്ഞു ഇതൊന്നും അറിയാനാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ സഭയിലത്തെ വിശ്വാസിയാണ് പുള്ളി. അപ്പോൾ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പല തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നാണ് എന്നുള്ള പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഇത് പറഞ്ഞ പോലെ നടക്കും എന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ ടൈമായി. ഇപ്പോൾ സഭക്കാരെല്ലാവരും ഇത് കേട്ടപ്പോൾ പാസ്റ്റർ സഭയിൽ പറഞ്ഞു, ആരാധനയിൽ പറഞ്ഞോടുകൂടി എല്ലാവരും അങ്ങോട്ട് സ്റ്റോപ്പാക്കിയിട്ട് വാഹനമുള്ളൊരു വാഹനം കൊണ്ട് എല്ലാവരും അങ്ങോട്ട് വന്നു. കണ്ടമാനം ജനമായിട്ട് അവിടെ മയക്കിറക്കി വെച്ചിട്ടുള്ള സ്ഥലം എന്നല്ലേ പറഞ്ഞേക്കണേ. അവർ എന്തോന്ന് വെച്ച് ഭയങ്കര ആൾക്കൂട്ടം വന്ന് ഇവിടെ വന്നപ്പോൾ ഇവരാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ മുഴുവൻ ഈ കൂറ കുത്തിയ വസ്ത്രം ധരിച്ചിട്ടുള്ള ചേട്ടത്തിമാർ, വാലിട്ട് മുണ്ട് കൊടുത്തവർ എല്ലാവരും ചൂല് പിടിച്ചിട്ടും പുരുഷന്മാരും അതിനനുസരിച്ചും സ്ത്രീകളും മദ്യപാനികളും യാതൊരു വിവരമില്ല, എല്ലാവരും കൂടി തടയാൻ വന്നേക്കുകയാണ്. ഭയങ്കര സൈന്യം. അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവങ്ങൾ ഞാൻ അച്ഛനോട് മുമ്പ് പറഞ്ഞ എന്നുള്ളത്. പ്രാർത്ഥന ഞാൻ ദൈവത്തോട് പറയാം, ഈ അച്ഛനോട് ഇപ്പോൾ കണ്ടോ കർത്താവേ നീ പറഞ്ഞ് ഈ അച്ഛനോട് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പോൾ ദേ ആ അച്ഛനെ എന്നെയും കൂടി കൊണ്ടുവന്ന് കൂട്ടിമുട്ടിച്ചില്ലേ, ഇത് അതുപോലെ തന്നെ ഇങ്ങനെ കാണാൻ പോകണല്ലോ എന്നൊരു പേടിയിൽ ഞാൻ അങ്ങനെ നിൽക്കണം. ഉടനെ പ്രാർത്ഥന തുടങ്ങി. പാസ്റ്റാണെന്ന് വെച്ചിട്ട് ഗംഭീര ശബ്ദമാണ്. അയാൾ പരശോന്ന് കണ്ട ഒരു പ്രാന്താണ് ഈ പുള്ളി, മരിച്ചുപോയി. അദ്ദേഹം നിന്നിട്ട് ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലത്തെ ഒരു മനുഷ്യൻ, ഞാൻ ആളെയൊന്നും ഇന്നാന്ന് ആളെ ലിസ്റ്റൊന്നും പറയുന്നില്ല, പുള്ളി വന്നിട്ട് ഈ തോളയിൽ ഇങ്ങനെ തട്ടി പാസ്റ്ററെ ഞാൻ പ്രതീക്ഷിച്ചല്ല അങ്ങപ്പുറം തന്നെ കാര്യങ്ങൾ. ഇവരാരാണ് എന്താണെന്നൊക്കെ അതിൻ്റെ എന്ന ലിസ്റ്റ് എനിക്കറിയാം. ഇവർ തട്ടി വേണ്ടി പോയി പാസ്റ്ററോട് പറഞ്ഞേ ഡോ പാസ്റ്റർ എന്നല്ല വിളിക്കണേ, ഡോ നിർത്താൻ പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, പാസ്റ്റർക്കും ചെറിയ പ്രതീക്ഷയുണ്ട്, അച്ഛനിരിക്കുന്നുണ്ട്. അച്ഛനൊരു അക്ഷരം മിണ്ടുകയോ എഴുന്നേൽക്കുകയോ ചെയ്യുന്നതിൽ ഇരിക്കുന്ന ഇരിപ്പാണ്. ഉടനെ ചോദിക്കുകയാണ് നിർത്തടോ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു ഈ മുമ്പ് ദേവദാസം പറഞ്ഞ തന്നെ ഇപ്പോൾ ആ ഭാഗം ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകളും എല്ലാവരും കൂടി ആയുധങ്ങളൊക്കെ പിടിച്ച് അവിടെ മാറി നിൽക്കണ്, അടുത്ത തീരുമാനം അവർക്ക് എടുക്കാൻ എന്താ വേണ്ടതെന്ന്. ഉടനെ പാസ്റ്റർ പറഞ്ഞു ഇന്ന് പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. സ്റ്റോപ്പായി. ഒരു 10-15 മിനിറ്റ് നേരം സൈലൻ്റായിട്ട് നിന്നു അന്തരീക്ഷം. ഒരു അനക്കമില്ല. അവരും മിണ്ടുന്നില്ല, ഞങ്ങളും മിണ്ടുന്നില്ല. അവർ ഞങ്ങൾ ഏത് വാക്കാ പറയാൻ പോകണമെന്നുള്ളത് നോക്കിയിട്ട് വേണം അവർക്ക് തീരുമാനം എടുക്കാൻ. ഞങ്ങൾക്കാണെങ്കിൽ അച്ഛൻ എന്താ തീരുമാനം പറയണേ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം. ഇതിൽ നല്ലൊരു കുറേ പേരോട് അങ്ങനെ കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് കുറച്ച് പേരും കൂടി മുന്നോട്ട് വന്നു. എന്നിട്ട് ഇരിക്കുന്ന ആളുകളോട് മുഴുവൻ ഏകദേശം ഒരു 10-75 ആളുണ്ട്. അതിൽ താഴെ ഇരിക്കുന്നവരാണ് പായൊക്കെ വിരിച്ച് സൗകര്യം പോലെ പറ്റാവുന്ന ഉള്ള സൗകര്യത്തിലൊക്കെ ഇരിക്കും. അവരൊക്കെ പലരെ നിർബന്ധിച്ച് കളിയാക്കി എഴുന്നേൽപ്പിക്കാൻ. ഒരാൾ ചമ്പളപ്പടിയിട്ടിരിക്കുക. അങ്ങനെ അയാളോട് പറയാണ് ഇയാൾ ഇരിപ്പ് വേണ്ട, ചോറിന് ഒരില വെച്ച് കൊടുക്കറ അയാൾക്ക് ചോറ് പറമ്പാൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മനുഷ്യർ മിലിറ്ററിയാണ് കേട്ടോ, ആർമിന്. പുള്ളിയൊന്നും എഴുന്നേറ്റില്ല. അങ്ങനെ പലരും കുറേ പേര് എഴുന്നേറ്റു, സാധാരണക്കാർ കുറച്ച് പേര് എഴുന്നേറ്റു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർ ഈ മിലിറ്ററി അതിൽ കുറച്ച് തലയെടുപ്പുള്ള ഒരാളാണ് എല്ലാം കൊണ്ടും. അപ്പോൾ ആ ആൾ എഴുന്നേൽക്കഞ്ഞതിൻ്റെ കാരണം അച്ഛൻ ഇരുന്നോടത്തുനിന്ന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആ ഒരൊറ്റ കാരണമായിരുന്നു പുള്ളി എഴുന്നേൽക്കാൻ. അച്ഛനാണ് പുള്ളിയെ വിളിച്ചുകൊണ്ട് വന്നത്. ആളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറേ പേര് കണ്ടമാനം ആളുകൾ നല്ലൊരു ഭൂരിപക്ഷം ഇരിക്കുമായിരുന്നു. ഇരുന്ന് അങ്ങനെ ഒരു ഏകദേശം ഒരു 10-13 മിനിറ്റ് അങ്ങനെ പോയിൻ്റ് സൈലൻ്റായിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ എല്ലാവർക്കും 2 കൂട്ടർക്കും ആകാംക്ഷയായി. മറ്റൊരു ഇടവക വികാരിയാണ്. പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ഞങ്ങളോട് കാണിക്കുന്ന പോലെ പുള്ളിയോട് കാണിക്കാൻ പറ്റില്ല. വിവരറിയും, നാട്ടുകാർ റെഡിക്ക് കൈകാര്യം ചെയ്യും. ഇവരേലും വലിയ സൈന്യമുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവർ വേഗം ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അച്ഛൻ പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അടിപൊളി പ്രസംഗം പറയുന്ന ആളൊന്നുമല്ല, ഒരു ശാന്തനായ മനുഷ്യനാണ്. പുള്ളി എഴുന്നേറ്റോട് വളരെ ഇതിൽ പറഞ്ഞേ വളരെ സൗമ്യമായിട്ട് എല്ലാവരും അനക്കല്ല എന്താ പറയുന്നതെന്ന് ഓരോ വാക്കും വീഴുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. അച്ഛൻ പറയണ് ഇവിടെ
തൃശ്ശൂർ രൂപതയിൽ നിന്ന് പുതിയ വികാരി ആയിട്ട് നിയമിക്കപ്പെട്ട ഈ പടവരാട് പള്ളിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് ഞാനിവിടെ ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ആര് വേണം പ്രാർത്ഥിക്കാൻ, ആരെ വിളിക്കണം, ആരെ കൊണ്ട് പ്രസംഗിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഞാൻ സെമിനാരിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനായി എന്നെ അയച്ചിരിക്കുന്ന ബിഷപ്പ്. അപ്പോൾ ഈ ജനങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം എൻ്റെ ഈ പുരോഹിത ശുശ്രൂഷയിൽ ഈ കാലങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇവരെ മുഴുവൻ ഞാൻ ഒഴിവാക്കാം, ഇപ്പോൾ ഒഴിവാക്കാം. നിങ്ങളെൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരണം എല്ലാവരും. എനിക്കെപ്പോഴും പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എനിക്കൊരു പ്രാർത്ഥന ഞാൻ സ്വന്തമായി നടത്തുന്നുണ്ട്. അതിൽ കുറേ ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും അവരുടെ ആഗ്രഹത്തിനാണ്. നിങ്ങൾ മാത്രമല്ല ഈ ഇടവകയിൽ, അവരുടെ ആഗ്രഹമാണ് ഈ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവർ പലരും ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരു മനുഷ്യന് തടയാൻ സാധ്യമല്ല. നിങ്ങൾ ചിലപ്പോൾ ഈ അങ്ങാടിയിൽ തടഞ്ഞേക്കാം. ഞാൻ ബലം പ്രയോഗിച്ച് ഇനി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിൻ്റെ പരിഹാരവും കണ്ടിട്ടുണ്ട്. പക്ഷേ നാളെ ഇതേ സമയത്ത് നിങ്ങളെല്ലാവരും കേൾക്കാൻ ഞാൻ പറയണം, ഈ പ്രാർത്ഥന ചെർമൽ ഫ്രാൻസിസ് തുടങ്ങിയതാണെങ്കിൽ ഈ പ്രാർത്ഥന നാളെ ഈ സമയത്ത് നടക്കും. അത് മറ്റൊരു സ്ഥലത്ത്. ഇതിൽ ആർക്കെങ്കിലും ഭയമുള്ളവർക്ക് പിന്മാറാം. അല്ല, ഈ പ്രാർത്ഥന വികാരിയച്ഛൻ നടത്തുന്നതിൽ പങ്കെടുക്കണമെന്നുള്ള താല്പര്യമുള്ളവർക്ക് നാളെ എൻ്റെ വീട്ടിലിത് നടത്താം എന്ന് ധൈര്യമുള്ളവർ ആരുണ്ടെന്ന് ചോദിച്ചു. ഉടനെ ഒരു അമ്മച്ചി പറഞ്ഞു, എൻ്റെ വീട്ടിൽ വെച്ചോ അച്ഛൻ എന്ന് പറഞ്ഞു. ആ അമ്മച്ചിക്ക് 8-9 മക്കളുണ്ട്. ആ മക്കൾ കണ്ടമാനാണ്. അവരാണെങ്കിൽ ഒരു മകൻ്റെ എന്നെ കഴുത്ത് വെട്ടി കൊന്നിട്ട് ജയിലിൽ പോയിട്ടുള്ളവരെന്നെ നാട്ടുകാർക്ക് മുഴുവൻ പേടിയവരെ. അവർ പറഞ്ഞോട് കൂടിയിട്ട് പ്രാർത്ഥന ഫിക്സായി. പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ, അതാ പടവരാട് സെൻറ്ററിൽ തന്നെയാണ്. ഈ പാസ്റ്റർ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ സീനിയർ പാസ്റ്ററെ ഗുരുനാഥനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. തന്നെക്കാളും നന്നായി പരസ്യത്തിൽ പ്രസംഗിക്കുന്ന ആളെ നോക്കി ശരിയാക്കി. വിളിക്കേണ്ട താമസം പുള്ളി നാളെ വരാമെന്ന് പറഞ്ഞു. എല്ലാവരും എത്തി. ഈ ചേർത്തി ഒരു കാലം പായസമൊക്കെ വെച്ച് എല്ലാവർക്കും വിളമ്പാനായിട്ട് തീരുമാനിച്ചു. ഒരു വെല്ലുവിളി പോലെ എല്ലാവരും വന്നു. എന്തുണ്ടാവുന്ന അവരുടെ വീട്ടിലേക്ക് കയറാൻ ആർക്കും ധൈര്യമില്ല എന്നറിയാം. എന്താണാവോ അച്ഛൻ ചെയ്യാൻ പോണേന്നുള്ള പേടിയുണ്ട് ഇടവക്കാർക്ക്. മീറ്റിംഗ് ശക്തമായി നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ആൾ പറഞ്ഞു, ആ മിലിറ്ററിക്കാരൻ പറഞ്ഞു, തൻ്റെ വീട്ടിൽ പിറ്റേ ദിവസം വയ്ക്കണമെന്ന് പറഞ്ഞു. ആരാണ് എതിർക്കാൻ വരുന്നതെന്ന് നോക്കട്ടെ. ആ പ്രാർത്ഥന 1.5 വർഷം മുടങ്ങാതെ നടന്നു. അച്ഛന് താമസിക്കുന്ന കന്യാസ്ത്രീമാരുടെ ഉണ്ട് പള്ളിയിൽ. അവിടെ നിന്ന് കന്യാസ്ത്രീമാരെല്ലാവരും കൂടി ഇത് അറിഞ്ഞപ്പോൾ ഇടവക്കാർക്ക് അനുകൂലമായിട്ടവർ ഇത് അച്ഛൻ മനസ്സിലാക്കി. ഉടനെ ഈ അച്ഛനെ സ്ഥലം മാറ്റി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നിന്ന് പോകുന്ന തീരുമാനത്തിൽ അവരെത്തി. അതിനിടയ്ക്ക് ഒല്ലൂർ പെരുന്നാൾ വന്നു. പെരുന്നാളിൽ അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പെന്തക്കോസ്തുകാരുടെ പ്രസംഗം പള്ളിയിൽ കേട്ടിട്ടുണ്ട്, പരസ്യയോഗം, നമുക്ക് ഈ പെരുന്നാളിനന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു മൈക്ക് സെറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് അന്നത്തെ നിലയ്ക്ക് പരസ്യയോഗത്തിൽ ആളുകൾ പെരുന്നാളിൻ്റെ പ്രദർശനമായിട്ട് പോകുന്ന സമയത്ത് പാസ് പ്രസംഗിച്ച് ജനങ്ങൾ നിൽക്കുമ്പോൾ ലോഹയുടെ അച്ഛനെ ഇടയ്ക്ക് നിന്ന് പ്രസംഗിക്കണം. അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഞാനിപ്പോൾ പറയാം. പുള്ളി പറയാണ്, ഈ ഒല്ലൂർ പള്ളി പെരുന്നാളിന് ഞാൻ എൻ്റെ കുട്ടി ചെറുപ്പം തൊട്ട് പോയിട്ട് അവിടെ മാലാഖയല്ലേ ഇരിക്കുന്നത്, പിശാശാണെന്ന് പറഞ്ഞു. ഈ മദ്യപാനികൾ മുഴുവൻ ഉച്ചയ്ക്ക് വന്ന് വിരുന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് പള്ളിയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കൊടുക്കണ മെസ്സേജാണ് കേൾക്കണത്. ആരും അവിടെ വെച്ചിട്ട് അടിക്കാനൊന്നും വന്നില്ല, തെറി പറഞ്ഞു. കുറേ പേര് അനാവശ്യങ്ങളൊക്കെ അച്ഛനെ പറഞ്ഞു. അതെന്തുകൊണ്ടാണെങ്കിൽ ഈ രൂപക്കൂട് തുറക്കുന്ന ദിവസം അച്ഛൻ പറഞ്ഞെങ്ങനെയാണ്, രൂപക്കൂട് തുറക്കുന്ന ദിവസം മനുഷ്യർ കഷ്ടപ്പെടുന്ന ഇടവക ജനങ്ങൾ മാലാഖ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുന്ന പ്രതീക്ഷയോടു കൂടിയാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ചെരുപ്പ് മോഷണം സൂക്ഷിക്കുക, ആഭരണം മോഷ്ടിക്കുന്നത് സൂക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ്. തന്നെയല്ല ഈ മാലാഖയുടെ രൂപക്കൂട് ചുവന്ന് പോകുന്നിടത്ത് പോലീസുകാർ കാവൽ. അപ്പോൾ ഇത്ര സുരക്ഷിത സേഫ്റ്റി ഇല്ലാത്ത മാലാഖയാണോ ഈ സ്വർഗത്തിലെ മാലാഖ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവർ പ്രസംഗിക്കുന്നതാണ് ശരി, യേശുക്രിസ്തു പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും പോയി പറയണമെന്ന് പറഞ്ഞു.
കന്യാസ്ത്രീമാർ ഞങ്ങൾ പിന്നീട് അറിഞ്ഞു ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ശരിയായിട്ട് അവർക്ക് കൊണ്ടൊരു സ്വാധീനം ബിഷപ്പ് ഹൗസിൽ. അവർ പോയി ബിഷപ്പിനോട് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു. പിന്നത്തെ ദിവസം ഒരു പ്രാർത്ഥന ഞങ്ങൾ പതിവായിട്ട് നടത്തുന്ന പ്രാർത്ഥന ഒരു റൂമിൽ. ആ പ്രാർത്ഥനയിൽ വളരെയധികം ജനങ്ങളെ അരച്ചു കയറി. ഇതിൻ്റെ മുമ്പിൽ വളരെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. അടുത്തൊരു പലചരക്ക് കടയുണ്ട്. അവിടെയുള്ള വെളിച്ചെണ്ണപ്പാട്ടയൊക്കെ മേടിച്ച് തുളച്ച് പുറത്ത് ചെണ്ട പോലെ കൊട്ടി, കൊന്നവടിയെല്ലാം വെട്ടി അവർ കൊട്ടി അലങ്കോലപ്പെടുത്താനായിട്ടുള്ള ശ്രമം. പാട്ട് പാടാൻ സമ്മതിക്കുന്നില്ല, പ്രസംഗിക്കാൻ സമ്മതിക്കുന്നില്ല, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അതിനിടയ്ക്ക് ഞാനും ആ തലയ്ക്ക് ഒരു ബെഞ്ചിൻ്റെ തലയ്ക്ക് ഇരിപ്പുണ്ട്. ഇതിൻ്റെ കാരണക്കാരൻ ഞാനാന്ന് പറഞ്ഞാൽ എന്നോട് പുറത്തിറങ്ങി ഇടിക്കും കൊല്ലുന്നു. മിക്ക ദിവസമുണ്ട്, പതിവാണ്, നിത്യസംഭവമാണ്. ഒരു ദിവസം ശരിയാവുമെന്ന് ഞാനും കണക്കാക്കിയിട്ടുണ്ട്. കാരണം ഈ അച്ഛനോട് ഞാൻ പലപ്പോഴും പറഞ്ഞു നമുക്കിത് വേണ്ടെന്ന് വയ്ക്കുക, ഈ സംഘർഷാവസ്ഥ വേണ്ട. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കാതെ ഒരു ദിവസം അച്ഛന് ചെറിയൊരു പള്ളിയിൽ ചാർജും കൂടി ഉണ്ട്, ഇത് കൂടെ ഉണ്ട്, പടവരാട് കൂടെ ഉണ്ട്, അതായത് അരവിമംഗലം എന്ന് പറയും. അവിടെ ശനിയാഴ്ച ദിവസം പോയി അച്ഛൻ കുർബാന നടത്തണം. ഇവിടുത്തെ കുർബാന പകൽ കഴിഞ്ഞിട്ട് ഞായറാഴ്ച. അങ്ങനെ ശനിയാഴ്ച ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യ ഇപ്പോൾ എല്ലാവരോടും അവിടേക്ക് വരാൻ പറഞ്ഞു. പ്രാർത്ഥനക്കാരെല്ലാവരും ചെല്ലും, ആരും മുടങ്ങുന്നില്ല. ഒരു 75 പേര് അന്നുണ്ട്. അവിടെ ചെന്നൊരു സന്ധ്യയായ സമയത്ത് ഒരു ഗ്രാമമാണ് ഇത് നോക്കി പിടിച്ച് ജോലി സ്ഥലത്തു നിന്നൊക്കെയാണ് പലരും വരുന്നത്. പെട്ടെന്ന് ചോദിച്ചു, ഇത് അവിടെ കടക്കാൻ നിന്നപ്പോൾ കുറേ പേര് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് വിവാഹം കഴിച്ചു പോകണമെന്ന് ബന്ധുക്കളോട് ഉണ്ട്. ഞങ്ങൾ പേര് ഇവിടെ നടക്കുന്ന കാര്യമൊന്നും അവിടെ അറിഞ്ഞിട്ടില്ല എന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയണ അവിടെ ബന്ധുക്കളുടെ പള്ളിയിൽ അവിടെയൊക്കെ ആളുകൾ കൂടി നിൽക്കുക. അപ്പോൾ ഇവിടുന്ന് വിവാഹം കഴിച്ചു അങ്ങോട്ട് എടുത്തവരും ഇവിടുന്ന് അങ്ങോട്ട് എടുത്തവരൊക്കെ ഉണ്ട്. അവരൊക്കെ തമ്മിൽ അറിഞ്ഞുണ്ട്. ആ അച്ഛൻ വന്നാൽ നല്ല ഇരുട്ടടി കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളറിയാത്ത സ്ഥലം എന്ന് വെച്ചാൽ സന്തോഷിച്ച് പോകണം. ഒരു ദിവസമെങ്കിലും അവിടെ മർദ്ദനം ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള ഇതിലാണ് പകൽ. ചെന്ന് കഴിഞ്ഞിട്ടപ്പോൾ അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് പള്ളിക്കകത്ത് ആരുടെ നിങ്ങൾ എന്തിനാ വന്നടാ ഞങ്ങൾ അച്ഛൻ പറഞ്ഞ ബഹുമാനം ഉണ്ടാവുമല്ലോ എന്ന് വെച്ച് അവരോട് പറഞ്ഞു. ഞങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടാണ് വന്നത്. അച്ഛനാ നിങ്ങളെ ഇന്ന് രാത്രി ഇരുട്ടടി അടിക്കും, ഇന്ന് അവിടേക്ക് പോയിട്ടുണ്ട്, പള്ളിക്കകത്ത് കയറിയാന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു പോയേക്കാം. അച്ഛനാണെന്ന് വെച്ചാൽ ചെന്ന് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ മുമ്പ് അറിഞ്ഞുണ്ട്. പുള്ളി ഒരു കോസലില്ലാണ്ട് നമ്മളെ കുറച്ച് ബന്ധകോസ് പാട്ടുകൾ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറിയ പാട്ട് പുസ്തകമൊക്കെ നമ്മുടെ പാട്ട് പുസ്തകത്തിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്ത് ആ പാട്ടുകളൊക്കെ പാടി കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഇരുത്തി ഒരു പാട്ട് ഇങ്ങനെ ലീഡ് ചെയ്ത് പോവാം. ഞങ്ങൾ പറഞ്ഞ ടൈം നോക്കിയിട്ട് അത് ചെന്ന് അച്ഛനോട് ഞാൻ ചെന്ന് രഹസ്യമായിട്ട് എനിക്ക് നാണായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയണ്ടായിരുന്നു എന്നായി. ആളറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചെവിയിൽ പറഞ്ഞു, അച്ചോ ആ പഠിക്കുക കുറച്ച് പേരിൽ നിന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ആരെ ഭീഷണിപ്പെടുത്തി? കുറച്ച് ആളുകൾ അങ്ങനെ അച്ഛൻ ഞങ്ങളൊക്കെ ഒന്ന് അടിക്കുമെന്നൊക്കെ പറഞ്ഞേക്കണത്. അത് സാരമില്ല, നിങ്ങളിവിടെ ഇരിക്കുക, തനിക്ക് പേടിയാവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഒരു ബന്ധുവസാരനായിരിക്കുന്ന ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇത്ര വലിയൊരു കൂട്ട് കിട്ടിയിട്ട് ഞാൻ എങ്ങനെ ഇത് ഉപേക്ഷിച്ച് പോവുക? എനിക്കൊരു ചാൻസാണ്. നേരെ മറിച്ച് ഈ അച്ഛനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ജീവനൊരു പേടിയുണ്ടല്ലോ, പ്രാണന് പേടിയുണ്ടല്ലോ. എല്ലാ ദിവസവും തന്നെയാണ് ഒരു പിടിച്ചു വലിയ അവരെ എല്ലാ ദിവസവും എതിർക്കാൻ വരാം. ഞങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ കരുതി വരാം. ഞങ്ങളത് വകവയ്ക്കാണ്ട് അങ്ങോട്ടേക്കല്ല. അപ്പോൾ ഇതേ പോക്ക് അത്ര കുറച്ച് സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്ക് പേടിയാവുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ എനിക്ക് പേടിയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്തോട്ടെന്ന് വെച്ച് ഞാനങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ അന്നത്തെ അറിവാണ് ഞാൻ ഇനി പറയുന്നത് കേട്ടോ, ഇപ്പോഴത്തെ അറിവല്ല. ഉടനെ അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കല്ല, ഞങ്ങൾ പാട്ടും പ്രാർത്ഥനയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു എന്നോടൊന്ന് മെസ്സേജ് പറയാം, എല്ലാ ദിവസവും മെസ്സേജ് പറയുന്ന ആൾ ഞാനാണ്. ഞാൻ പറഞ്ഞു അച്ചോ ഇന്ന് പ്രസംഗിക്കണോ? പ്രസംഗിക്കണം, താൻ തന്നോട് പ്രസംഗിക്കണം, തന്നെ കരുതി പ്രസംഗത്തിന് തന്നെ കരുതി പോകണമെന്നേക്കണെന്നു. അത് ശരി, ഒരു കാര്യമുണ്ട്, ഞാൻ ഈ വിഗ്രഹങ്ങളുടെ ഇടയിലൊന്നും തിരിഞ്ഞ് ആരാധിക്കില്ല പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലേ താൻ അതിന് വിഗ്രഹത്തിൻ്റെ ഇങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് ആരാധിക്കണ്ടോ? താൻ അവിടെ നിന്ന് മൈക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ജനങ്ങളോട് പ്രസംഗിച്ചാൽ മതി പടിഞ്ഞാട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒഴിയാൻ പറ്റുമോ? 2 മൈക്രോഫോണോ ചോദിച്ച് വെച്ചിരിക്കുക, പള്ളിയല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കല്ല. അവർ വന്നു കഴിഞ്ഞിട്ട് സൈഡിൽ പള്ളിയിൽ 2 സൈഡിലും വന്നു. കുറേ പേര് ഈ സൈഡ് ആ സൈഡൊക്കെ വന്നു. കുറേ നേരമൊക്കെ അവർ നിന്നു. നിൽക്കണണ്ടപ്പോൾ ആളുകളെ ഞങ്ങൾക്ക് മനസ്സിലായി അവർ തന്നെയാണ്. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ നിന്ന് അവിടെ എന്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞ ഉള്ളിൽ ഭയമാണ്. നമ്മൾ പൗലോസ് പറഞ്ഞല്ലോ
പുറമെ യുദ്ധം അകമേ ഭയം അങ്ങനെ നിൽക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് അവർ ആലോചിച്ച് പള്ളിക്കൊക്കെ അകത്ത് കയറി പുരോഹിതന് മുമ്പിൽ വെച്ച് വല്ലവരും മർദ്ദിക്കാമെന്ന് പറഞ്ഞ വിഷയമല്ലേ, അതായിരിക്കണം. അവർ കുറേ നേരം ഇങ്ങനെ അങ്ങോട്ട് പെരുങ്ങി നിന്നു. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഗ്രാമവും രാത്രി സമയവും ഇവരെ ഒരു കാര്യം കൂടി ചെയ്തു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ. മെയിൻ ഓഫാക്കി. ആദ്യം ചെയ്തതായിരുന്നു. മെയിൻ ഓഫാക്കിയോടുകൂടി ആകെ ഡൗണായി. നമ്മുടെ ആകെ ലൈറ്റ് കേട്ട പോലെ ആകെ പ്രശ്നമായി. ഞങ്ങളുടെ ഉള്ളിലത്തേയും പോയി. ഞങ്ങളെങ്ങനെ കണ്ണ് കാണാണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റില്ല. ഈ ഇറങ്ങാൻ ചാൻസ് കിട്ടിയതന്നെ ഇങ്ങനെ ഭയം. ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കിയതിന് ശേഷം പ്രശ്നം. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നറിയോ, നിർത്തുമെന്ന് വിചാരിച്ചു. അത് താൻ നിർത്തിയില്ല. താൻ എന്ത് ചെയ്യുന്നറിയോ, അവിടെ പള്ളി മെഴുകുതിരിക്കിൻ്റെ വണ്ണം കൂടിയത് അതൊരു 3-4 എണ്ണം കൊണ്ടുവന്ന് കത്തിച്ച് ഇപ്പോഴേക്കും കപ്പിയാർ വന്നു പള്ളിയിലത്തെ. ഒന്ന് അയാളെ പറയുന്ന നേരം അതൊക്കെ കത്തിച്ചു. ഭയങ്കര വെളിച്ചായി. അതും കത്തിച്ച് പാട്ടും ആരാധനയും അങ്ങനെയുണ്ട് മുറ പോലെ. എന്നോടൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് എന്താ പറഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. കേട്ടവർക്ക് ഓർമ്മയില്ല എന്നാണ് എനിക്ക് തോന്നണത്. ആ തരത്തിലായിരുന്നു അത്. അങ്ങനെ ആയിരിക്കണം. എനിക്ക് ഓർമ്മയില്ല വന്ന് പറഞ്ഞ മെസ്സേജ്. ഉടനെ ഇത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇവർ രണ്ട് സൈഡിലിരിക്കുന്ന പലരും എഴുന്നേറ്റ് പള്ളിയുടെ അകത്തേക്ക് കയറിയപ്പോഴും ഞങ്ങൾ ഭയപ്പെട്ടു. പിന്നെ അവർ ദോഷമായിട്ടൊന്നും ചെയ്തില്ല. അവരുടെ ബന്ധുക്കൾ, ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ വിളിച്ച് ഓരോരുത്തരും പലരും വിളിച്ചിട്ട് അവരെ പ്രതിഷേധം അത്രയ്ക്ക് ആൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അവർ പിടിച്ച് അച്ഛനോടുള്ള അമർഷം കാരണം കൊണ്ട് മറ്റൊന്നും ചെയ്യാണ്ട് ഇത്രയും കാര്യത്തുമ്മ ന്യായം, അവരുടെ ന്യായം അവരെല്ലാവരും കൂടി പിടിച്ച് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി അവർ സ്ത്രീകളെ നിർബന്ധിച്ചപ്പോൾ കുറേ പേര് വരില്ല എന്നൊക്കെ പറഞ്ഞു സ്ത്രീകൾ. എന്നാലും ഭർത്താവ് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ അതൊക്കെ അനുസരിച്ച് കുറേ പേരെ പോയപ്പോൾ ഞങ്ങൾ ഈ ബാധ പോയെന്ന് വിചാരിച്ചത്. കുറേ കഴിഞ്ഞിട്ട് യോഗം നിർത്തി ആശീർവാദമൊക്കെ പറഞ്ഞ് ഞങ്ങൾ വളരെ ആശ്വാസത്തോടു കൂടി ഇനി അടുത്ത പടി നമുക്ക് പിന്നെ ഒരു അനക്കൊന്നുമില്ല, അവർ അതോടുകൂടി പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുക. പോയത് ശരി തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയത് ഈ വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ ഷൂസുകൾ, വലിയ വില കൂടിയ ഷൂസുകളുടെ ചെറുപ്പക്കാരുടെ വളരെ ഇല്ലേ, അതൊരൊറ്റ എണ്ണം കാണാനില്ല. ഒരു ചെരുപ്പും കാണാനില്ല ആരുടെയും. അത് മുഴുവൻ വാരി എവിടേക്ക് കൊണ്ടുപോയെന്നൊരു പിടിയില്ല. പിന്നെ അതായിട്ട് തിരച്ചിലായി. അവിടുത്തെ പള്ളിയിലത്തെ അതിൻ്റെ ചുമതല വഹിക്കുന്നവർ അന്വേഷിച്ച്, അച്ഛനല്ലേ അവരൊക്കെ അന്വേഷിക്കാണ്ട് പറ്റുമോ? അവർ ഭയങ്കര ഊർജ്ജലസമായ അന്വേഷണമായി. രാത്രി തന്നെ അന്വേഷിച്ച് അവർ ലാസ്റ്റ് ഇത് കണ്ടുപിടിച്ചു. ഇത് സിംതേരിയിലെ എല്ലുകുഴിയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു എല്ലാ സാധനവും. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടൊക്കെയാണ് ഈ പരസ്യയോഗം നടക്കുന്നത്. പരസ്യയോഗം പെരുന്നാളിന് നടത്തിയ സമയത്ത് പിറ്റേ ദിവസം കന്യാസ്ത്രീമാരെല്ലാവരും കുറേ പേര് ചെന്നിട്ട് ഇയാൾ സ്ഥലം മാറ്റാൻ വേണ്ടി ബിഷപ്പ് എന്ന് പറഞ്ഞു. ഈ പുരോഹിതനെ കൊണ്ട് ഇവിടെ ഇടവയ്ക്ക് പറ്റില്ല അയാൾ. അപ്പോൾ 5 വർഷം അതിൻ്റെ പുള്ളി കാലാവധി ആയിട്ടുണ്ട്. ആ കാരണം പറഞ്ഞ് അവർ ഒഴിവാക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു മാറാൻ തയ്യാറാണ്. അപ്പോൾ അവരെന്തിനെ മാറ്റണമെന്ന് ആരോ രഹസ്യമായിട്ട് അച്ഛൻ കന്യാസ്ത്രീമാരെ അടുത്ത് തിരക്കിയപ്പോൾ അവരോട് ഭയങ്കര വാശിക ചെയ്യും അച്ഛന്. അവർക്ക് അച്ഛനോട് പറഞ്ഞു അയാൾ ഇവിടുന്ന് പോയി, ഇടവന്ന് പോയി ഈ പ്രാർത്ഥന നിന്ന് പോകും. ഇതിവിടെ പാവി മുളപ്പിക്കുന്ന നഷ്ടമാണ്, സഭയ്ക്ക് വലിയ വിരോധമാണ്. അതുകൊണ്ട് ഇത് എന്നേക്കുമായിട്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇത് ചെവി ചെന്നപ്പോൾ ഈ നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് വാശി പിന്നെയും കയറി. ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛോ അതേ ജോസഫ് നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് സ്ഥലം മാറ്റായി. ബിഷപ്പ് ഹൗസിൽ നിന്ന് പറഞ്ഞുള്ള ഓർഡറാണ്, ഞാൻ അതിനെ 100% അനുകൂലിക്കണം, പോവും. പക്ഷേ ഒരു കാര്യം എനിക്ക് സാധിക്കണം. ഞാൻ പോയി നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് ഒരു സ്മരണയ്ക്കായിട്ട് ഒരു കാര്യം നിലനിർത്തണം എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഇവർ ഈ പ്രാർത്ഥന നിന്ന് പോകുന്ന കുറേ കന്യാസ്ത്രീമാർ വെല്ലുവിളിച്ചുണ്ട്. അത് ഞാൻ സഹിക്കില്ല. ഈ പ്രാർത്ഥന നിങ്ങൾ നിലനിർത്തണം. ഞാൻ പോയല്ലോ, നിങ്ങൾക്ക് അസാധ്യമെന്ന് എനിക്കറിയാം. അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. എൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യങ്ങൾ ഒരു കുറച്ച് രൂപയുണ്ട്. ആ പണം മുഴുവൻ കുറേ കുറികളാണ്. ഒക്കെ ഞാൻ വെട്ടി എഴുതിയാൽ നിങ്ങൾക്കൊരു പ്രാർത്ഥനാലയം വയ്ക്കാനുള്ള സ്ഥലമെങ്കിലും കിട്ടും, ഭൂമി. അത്
നമുക്ക് വാങ്ങിച്ചു തരാം. അപ്പോൾ നിങ്ങളതിൽ കുറച്ച് പട്ടിലുണ്ട്, മുളയുണ്ട്, കുറച്ച് ഓലയൊക്കെ മേടിക്കാനുള്ള പൈസയും ഞാൻ തരാം. അത്ര എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥനാലയം, ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അത് നടത്തി കൊണ്ടുപോകണം. എനിക്കിതിൽ പരം സന്തോഷം പറയാനാവില്ലല്ലോ. ഇതിപ്പോൾ നല്ലൊരു കാര്യമല്ലേ. എൻ്റെ ദേശത്ത് ഒരു സ്വന്തമായ ഒരു സഭയുണ്ട്. അധികം ആഗ്രഹിച്ചിട്ട് സ്വപ്നം കണ്ടാൽ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ പോയിരുന്ന ആളാണ് ഞാൻ. ഇത്രയ്ക്കും നല്ലൊരു അനുകൂല സാഹചര്യം കഴിയുമ്പോൾ അതിനെങ്ങനെയെങ്കിലും അത് നിറവേറ്റണമെന്ന്, അതിനുവേണ്ട ഉത്സാഹിക്കണം, അധ്വാനിക്കണം എന്നുള്ള തീരുമാനം. ഉടനെ അച്ഛൻ ഈ സ്ഥലമൊക്കെ ഒരു സഹോദരൻ്റെ പേരിൽ എഴുതി കൊടുത്ത. അപ്പോൾ അത് എന്നാലും കിട്ടി. ആ സഹോദരനെ പിന്നെ എന്നെ വെച്ച് ഈ സ്ഥലം കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഷെഡൊക്കെ വെച്ചു. അവിടെ പ്രാർത്ഥന തുടങ്ങി. എല്ലാ ദിവസവും പ്രാർത്ഥന, എല്ലാവരും കടന്നു വരും. കന്യാസ്ത്രീമാരെ അവിടെ അവർക്കത് നാണക്കേടെന്നുള്ള ഒരു വിഷയത്തിൽ അത് വന്നു. പിന്നെ കന്യാസ്ത്രീ പറഞ്ഞു നമുക്കത് കുറച്ച് കഴിയുമ്പോൾ കപ്പളയാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛനെ പറഞ്ഞു ഒരിക്കലും നിങ്ങളത് അനുവദിക്കരുത്. നിങ്ങളവിടെ മര്യാദയ്ക്ക് പോയി പ്രാർത്ഥിച്ചോളണം എല്ലാ ദിവസവും. ഒരു കാരണവശാലും അവർക്ക് അത് വിട്ടുകൊടുക്കരുത്. അത് ഞാൻ അന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന, അപ്പോൾ അത് ഒരു വേനൽക്കാലത്തായിരുന്നു. മഴയുടെ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രശ്നം, ഇവരെല്ലാവരും സ്നാനപ്പെടുന്നു. കുറേ പേര് സ്നാനപ്പെട്ടവരുണ്ട്, സ്നാനപ്പെടാത്തവരുണ്ട്. അവരെല്ലാവരും പല ആവശ്യങ്ങളും അവർക്കുണ്ട്. ഒരു ചർച്ചായിട്ട് ബന്ധപ്പെടേണ്ട പല കാര്യങ്ങളുണ്ട്. അവർ വിവാഹം, മറ്റു തരത്തിലുള്ളതായിരിക്കുന്ന അവരെ കുട്ടികളുടെ ചടങ്ങുകൾ പലതും, ചർച്ച സംബന്ധിച്ച് മരണം ആവശ്യങ്ങൾ പലതുണ്ട്. ഇതൊരു പ്രശ്നമാണല്ലോ. നമുക്ക് അന്ന് ഞാൻ പാസ്സാകാൻ വചനം പഠിക്കുക, ബൈബിൾ സ്കൂളിൽ പോവുക, അങ്ങനെ ഓർഗനൈസേഷനൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ടൈമിൽ ഇതൊരു പ്രശ്നമാണ്. എന്ത് ചെയ്യുമെന്ന് പറയാം. എൻ്റെ കൂടെയുള്ള പിന്നെ കത്തോലിക്ക സഹോദരന്മാരാണ്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിലൊരു സഹോദരൻ്റെ പേരിൽ വസ്തു എഴുതിയിരിക്കുന്നത്. ഞാൻ പുള്ളി സ്നാനപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഈ വസ്തു എഴുതിയിരിക്കുന്ന ആൾ ആദ്യം ഞാൻ ചെയ്തത് അതാണ്. ശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് വേറൊരു ജോലി, എൻ്റെ കുടുംബം നോക്കാനോ ജോലി ചെയ്യാൻ, ഞാൻ പെയിൻറ്റിൻ്റെ ഒരു കെമിസ്റ്റാണ്. ആ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നിട്ട് വേണം എൻ്റെ കാര്യങ്ങൾ നീങ്ങാൻ. പക്ഷേ ഈ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ, പടവരാട് ദൈവപ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ പ്രവർത്തനം, മരുഭൂമിയിൽ വൃക്ഷം വെച്ച് പിടിപ്പിച്ചിട്ട് അവിടെ മഴ പെയ്യിക്കണം എന്ന് വെച്ചാൽ പണി വലുതുണ്ടോ? മരുഭൂമിയിൽ ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചിട്ട് മേഘങ്ങൾക്ക് തണുപ്പടിച്ചിട്ട് വേണം മഴ പെയ്യണം. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കഠിനാധ്വാനമാണ് ഞാൻ ചെയ്തിരുന്നത്. ഉടനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനോട് ശക്തനല്ല ഞാൻ. എൻ്റെ വീടിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വേണം. കുട്ടികളുടെ ഭാവി ആത്മീയത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബം നോക്കാണ്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവമാന വിഷയം ഉണ്ടായാൽ പിന്നെ നമ്മുടെ സഭയ്ക്കും വേണ്ട, നാടിനും വേണ്ട, ആർക്കും വേണ്ട. ഇതിൽ വലിയൊരു കോർണറിൽ കൊണ്ടുവന്ന് ദൈവം എന്നെ എത്തിച്ചു. മുമ്പും പിമ്പും അടച്ചു എന്ന് പറഞ്ഞോണം. ഭയങ്കര വിഷയം. കുറേ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. എനിക്ക് ഭയങ്കര വിഷമമായി. ചില ഭാഗത്ത് കടങ്ങൾ കുറച്ച് കയറി തുടങ്ങി. എനിക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കടം വാങ്ങാന്നുള്ള പരിപാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പലരും, ഒരു 45 ആൾ സ്നാനപ്പെട്ടു ആദ്യം തന്നെ ഫസ്റ്റിൽ. അങ്ങനെ ഒരു ഗംഭീര വിപ്ലവം ഉണ്ടായി. അങ്ങനെ അച്ഛനെ പറഞ്ഞു ഇനിയും സ്നാനപ്പെട്ടെ എന്ന് പറഞ്ഞു. അത് വേറെ പള്ളിയിലിരിക്കണേ. എന്നാലും വിവരങ്ങളൊക്കെ ചോര് പള്ളിയിലേക്ക് സ്ഥലം മാറ്റം കൊടുത്താൽ അത് പറയും ഇനിയും കുറേ പേര് സ്നാനപ്പെടണം എന്ന് പറയും പുള്ളി. അപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ ഇതിൽ മെമ്പർമാരായില്ലേ, അവർക്ക് ഈ ചർച്ചിൻ്റെ എല്ലാ അവകാശങ്ങളും ആയി. അപ്പോൾ അത് കാക്കാനായ ആളായി. എനിക്ക് കുറേ പ്രയാസങ്ങൾ വന്നെങ്കിലും ഇങ്ങനെ ഒരു ഇത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ അച്ഛൻ പിന്നെ വേറൊരു പുരോഹിതൻ വന്നു. ഈ അച്ഛന് വിരോധമായിട്ട് പ്രസംഗിച്ചു തുടങ്ങി പള്ളിയിൽ. പുള്ളിക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. പിന്നെ ഈ ചർച്ച, അപ്പം ഞാൻ ഇതിൻ്റെ കേന്ദ്രത്തിൽ, ഞങ്ങളുടെ ചർച്ചിൻ്റെ കേന്ദ്രത്തിൽ പോയി ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോയി ഈ ചർച്ച സഹോദരൻ്റെ പേരിൽ നിന്ന് ചർച്ചിന് എഴുതി തന്നാൽ, ഈ സ്ഥലം എഴുതി തന്നാൽ ഞങ്ങൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു കെട്ടിടം വയ്ക്കേണ്ട കാര്യം ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു, വളരെ ദിവസം പ്രാർത്ഥിച്ചു. പുള്ളി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ പുള്ളി എന്ത് പറഞ്ഞു സ്നാനപ്പെടില്ല. ആ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാനന്ന് ഭയങ്കര സ്നേഹ പുള്ളിയോട് കുറേ ഞാൻ കളഞ്ഞ് ഇദ്ദേഹത്തിന് വേണ്ടി അലഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞ് ത്യാഗം കഴിച്ച് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയാലും ഇദ്ദേഹം ഇത് തുറന്ന് പറയില്ല എന്താ സംഭവം. സ്നാനം ശരിയാണെന്നും പറയണ്ടേ. സ്നാനപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ രണ്ടിലെന്ന് പറയുന്നു. കാരണം ഞാൻ ഒരു ചർച്ചിൽ നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് പരിമിതികളുണ്ട്. ഒന്നല്ലെങ്കിൽ ഇവിടെ ഒരു മരണം അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുള്ളി പറഞ്ഞു
ഈ അച്ഛൻ പോണ സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്നാനപ്പെട സത്യം പറയിപ്പിച്ചിട്ടാണ് എനിക്ക് എഴുതിയെന്ന് എങ്ങനെയാണ് പുള്ളി പറയാം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പാപമല്ല, എന്നിട്ട് സ്നാനപ്പെട്ട ശരിയാവുമെന്ന് ചോദിച്ചു. അത് പാപമല്ലെന്ന് ചോദിച്ചു പുള്ളി. നല്ല മറുപടിയല്ലേ. ഞാൻ പറഞ്ഞു കർത്താവ് വരുന്നു വിശ്വസിക്കണ്ടോയെന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യമുള്ള, ഞാൻ ഇപ്പോൾ പിരിയും, എനിക്ക് ഈ വസ്തു ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കർത്താവ് വരുന്നു വിശ്വസിക്കണ്ടെന്ന് ചോദിച്ചു. മിണ്ടില്ല. 3-4 പ്രാവശ്യം ചോദിച്ചു വരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു അച്ഛൻ വന്നിട്ട് പറയാണ് 20 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ അച്ഛനെ കൂടെ കർത്താവിൻ്റെ കൂടെ പോകുമെന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യമാണ്. അപ്പോൾ ഞാൻ എന്താ വേണ്ട, ഞാനിപ്പോൾ ഈ അച്ഛനോട് വഞ്ചന ചെയ്താൽ അത് പാപമല്ലേന്ന് ചോദിച്ചു. അതിന് വഴിയുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഇന്നോ നാളെയോ അച്ഛനെ പോയി കാണാം. ഈ പറഞ്ഞ നേരാണെങ്കിൽ അവിടെ ഇല്ലാണ്ടാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ അച്ഛനെ പോയി കാണാം. കണ്ടിട്ട് ഈ അച്ഛനോട് പറയാം, അച്ഛോ അന്ന് എനിക്ക് സ്നാനം ശരിയാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞതിനനുസരിച്ചു. ഇപ്പോൾ വിശ്വാസനാനം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒന്നുകിൽ അച്ഛൻ ഇത് എൻ്റെ പേരിൽ നിന്ന് മാറ്റി എഴുതി തരണം. അത് എഴുതില്ല എന്ന് എനിക്കറിയാം. അച്ഛന് കൊടുത്തം മുതൽ എഴുതില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അത് വെച്ച് പറഞ്ഞു തന്നെയാണ്. തെറ്റോ ശരിയോ നിങ്ങൾ എങ്ങനെ വിചാരിക്കും എന്നുള്ളതാണ്. എൻ്റെ ദേശം ഒരു വേലസ്ഥലം ഉണ്ടാകാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്. ഉടനെ അച്ഛൻ പറഞ്ഞ ശേഷം ഇനി എഴുതി തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛനോട് പറയാനുള്ളത് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് സ്നാനപ്പെടാം എന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളി ഒരു കണക്കിന് ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ തീരുമാനം ഉണ്ടായി. പുള്ളി അച്ഛനോട് പോയി. അത് ഭയങ്കരമായി. ഇത് മിലിറ്ററി അല്ലേ, വല്ല ഇതാണ്. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ അച്ഛനോട് ചെന്ന് കുറേ തട്ടി കയറി. അച്ഛൻ നല്ല ആ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈ മനുഷ്യനെ. എന്നിട്ടത് എഴുതി കൊടുത്തത്. അച്ഛൻ്റെ അറിവ് വെച്ച് പറഞ്ഞാൽ ഇതിലും വലിയ നിഷ്കഥങ്ങളൊക്കെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾക്ക് ഇതുപോലെ ദ്രോഹം ചെയ്ത ഒരാളുമില്ല അച്ഛനെ സംബന്ധിച്ച്. അച്ഛൻ പറഞ്ഞു, അപ്പോൾ അച്ഛനോട് പറഞ്ഞു എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ പുള്ളി പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അച്ഛൻ ആദ്യം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടിക്കാൻ വന്നപ്പോൾ പാസ്റ്റർമാരെ അടിക്കാൻ വന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് അച്ഛൻ്റെ വാക്കിലാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ഉറച്ചിരുന്നത്. ഈ അച്ഛൻ എൻ്റെ കൂടെ സ്നാനപ്പെടാൻ വരണം, സ്നാനം സത്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണം, അച്ഛൻ വന്ന് സ്നാനപ്പെടണം. അപ്പോൾ അച്ഛൻ പറയല്ലേ ഞാനൊരു സ്നാനം എൻ്റെ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് അത് ശിശു സ്നാനമല്ലേ, അത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അച്ഛൻ പറയുന്നത് ശിശു സ്നാനം അന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രായമില്ല, ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു ഈ പുള്ളി പറയാം. അത് പോരെന്ന്, അത് ശരിയാവില്ല എന്ന് ഈ പുള്ളി ഇങ്ങനെ ഒരു ഭയങ്കര തർക്കം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്നെ ഈ പുള്ളി പറഞ്ഞതാണ്, എന്നെ ചതിച്ചിട്ട് നിങ്ങളുടെ മുതൽ എൻ്റെ പേരിൽ എഴുതി തന്നിട്ട് എനിക്ക് ഈ ദൈവവചനത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ആക്കി വെച്ചിട്ട് നിങ്ങൾ ഈ പള്ളിയിലെ ആൾക്കാരെയും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ലോകപൂരം മനസ്സിലാണ്ട് ദൈവവചനം മനസ്സിലായിട്ട് ഇവിടെ ഇരുന്ന് വാഴ, എന്നിട്ട് എങ്ങളെപ്പോലെയുള്ളവരെ കഷ്ടത്തിലാക്കണമെന്ന് വെച്ചിട്ട് ഒരുപാട് അനാവശ്യങ്ങൾ അച്ഛനെ പറഞ്ഞു. അച്ഛനാകെയാണ് കരഞ്ഞും സങ്കടത്തിലായി. അച്ഛൻ പറയണേ എടാ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എഴുതി തന്നു. എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതാന്നുള്ള എഴുതിക്കോളാൻ പറഞ്ഞു, നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോ, എനിക്കൊരു വിരോധമില്ല. അപ്പം ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാവരും കൂടെ പറഞ്ഞു, കേന്ദ്രം പറഞ്ഞു, അന്നത്തെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഒക്കെ പറഞ്ഞു നമുക്ക് എന്തായാലും ഈ അച്ഛൻ്റെ വല്ല മുതൽ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്, നമുക്ക് അദ്ദേഹം സ്നാനപ്പെട്ടു നമ്മുടെ ആളാണ് എടുക്കാം, പക്ഷേ നമുക്ക് പോയിട്ട് ഈ അച്ഛനോട് പോയിട്ട് ഒന്ന് കണ്ടു പറയേണ്ട ഒരു മര്യാദ നമുക്കുണ്ട്, നമുക്കൊരു ദിവസം പോകാമെന്നും പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഖജാൻജിയും മറ്റേ പ്രധാന കുറച്ച് ആൾക്കാരും സെൻട്രൽ പാസ്റ്റും ഈ ഇവിടെ ഇപ്പോൾ വന്ന് എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകനും ഞാനും എല്ലാം കൂടി പോയി. അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ പണ്ടത്തെ പോലെ തന്നെ വളരെ സ്വീകരണം, ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങൾ തന്നു വലിയ ബഹുമാനത്തോടു കൂടി. അത് ലളിതമായ ജീവിതക്കാരനാണ്. പുള്ളി പറഞ്ഞു, അപ്പോൾ സെൻട്രൽ പാസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് പറയാനാണ് വന്ന ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഹോള് പണിയാനുള്ള ഇതുണ്ട്, അവിടെ നിന്ന് ഈ സമുദായത്തിൽ നിന്ന് വന്നവർക്കൊക്കെ അങ്ങനെ ഒരു ആരാധന സ്ഥലം ഇല്ലാണ്ട് പള്ളിയിലും പോകുന്നില്ല, അവർ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട്, അതുകൊണ്ട് ഇവരെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇവർക്ക് ഈ വസ്തു എഴുതി കൊടുത്തൊരു സ്ഥാപനമാണ്, ഇതിന് മുകളിലും കേന്ദ്രമുണ്ട്, അവിടേക്ക് അറിയണം അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞേ നിങ്ങൾ വന്നതിലും കണ്ടതിലും ഒക്കെ എനിക്ക് വളരെ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് പിണങ്ങരുത്. കാരണം എൻ്റെ കൂടെ ഈ സഹോദരൻ, ആളുടെ പേര് ഞാൻ പറയില്ല, ഈ പുള്ളിക്ക് ഞാൻ വിശ്വസിച്ച് എഴുതി കൊടുത്താണ് ഈ കാര്യം. അപ്പോൾ പുള്ളിക്കത് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ അതിൽ നിങ്ങൾ ഞാനുമായിട്ടൊരു ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ല.
വേറെ ഒരക്ഷരം ഞാൻ എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു വെച്ചാൽ. പിന്നെ ഒരക്ഷരം സെൻട്രൽ ഭാഷ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവരും കൂടെ പോന്നു. അവിടെ എന്തായാലും ഇപ്പോൾ ഒരു ദൈവാലയം ആരാധന സ്ഥലം പണിയല്ലേ, അത് നടക്കട്ടെ എന്നും പറഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു ഹോള്, അന്ന് IPCക്ക് 26 സഭകൾ തൃശ്ശൂർ സെൻറ്ററിലുള്ളപ്പോൾ വാർത്ത കെട്ടിടങ്ങൾ വളരെ കുറവുള്ള സമയത്ത് അത് ആദ്യം വാർത്ത ഹോള് ഞങ്ങളുടെ ഹോളായിരുന്നു. സ്തോത്രം. നാഷണൽ ഹൈവേയിൽ സ്തോത്രം. അങ്ങനെ ഒല്ലൂർ പഞ്ചായത്തിൽ ഒറ്റ വിശ്വാസമില്ലാത്ത കാലത്ത് ഏകദേശം 150-ൽ പരം പേര്, ആദ്യം തന്നെ 45 പേര് സ്നാനപ്പെട്ടു. പിന്നെ പലരായി ഏകദേശം 150-ൽ പരം പേര് സ്നാനപ്പെട്ടു. വളരെ ആളുകൾ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി, സഹോദരന്മാർ. അവരൊക്കെ ശുശ്രൂഷന്മാരാണ്. ബീഹാറിൽ ജോബി എന്ന് പറഞ്ഞ സഹോദരന് 360 സഭയുടെ കീഴിൽ ഇവിടെ വന്ന ഒരു സഹോദരനാണ് ഈ കൂട്ടത്തിൽ. അങ്ങനെയുള്ള വിവിധ ആളുകൾ ഉണ്ട്. ആലുവ സെൻറ്ററിൻ്റെ സഭയുണ്ട്, ഈ തലൂരുണ്ട് IPC സഭ. അവിടെ നിന്നൊരു സുരേന്ദ്രനാണ്. ഈ മാർക്കറ്റിൽ ഒരു പള്ളിക്കപ്പേര് ജോസ് സ്നാനപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ സാഗുവിൻ്റെ സഭയിലാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 തെളിവുകൾ ഈ പറഞ്ഞതൊക്കെ ഒരു അംശമുള്ളൂ. വളരെയധികം കാര്യങ്ങൾ പറയാം. ഒരു വർഷത്തിൽ 1.5 വർഷത്തിൽ, ആ വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സംഘർഷത്തിൻ്റെ അകത്ത് മുളക് പൊടിയും കല്ലേറും വരുന്നതായിരിക്കുന്ന സ്ഥലത്ത് നെഞ്ചും നെറ്റിയും പിരിച്ച് ജീവൻ ബാക്കി വയ്ക്കുന്ന വിധത്തിൽ ദൈവം നൽകിയതുകൊണ്ട് നിൽക്കുന്ന വിധത്തിൽ 2-1 അറിയുന്നവരേക്കും വേല ചെയ്യുന്ന ഒരു പ്രവർത്തകർ ഈ കാലത്ത് ആരുണ്ട്? അതും സ്വന്തം ദേശത്ത് വേല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലങ്ങളിൽ വളരെയധികം ആളുകൾ വേദപുസ്തകം വായിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെങ്കിൽ എൻ്റെ ഭാഷയിൽ എനിക്ക് എന്നോട് ദൈവം ഇടപെട്ടത് എങ്ങനെയാണ്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചതായിരിക്കുന്ന നിങ്ങൾ, അല്പം വചനത്തിലേക്കും കൂടി ഞാൻ കടക്കുകയാണ് ആണെങ്കിൽ, നമ്മുടെ പരിസരത്ത് ചത്തു കിടക്കുന്നവരെ തിരിച്ചറിയുന്നവന് ജീവനുള്ളവന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളാരും പണങ്ങരുത്. എനിക്ക് വീണ്ടും ജനനത്തിൻ്റെ ഒരു ജീവനുണ്ടെങ്കിൽ കിടക്കുന്ന ശവങ്ങളെക്കുറിച്ച് ഞാൻ പോകുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരിക്കുന്ന എന്നെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അറിയുന്നത് ഞാൻ ശവക്കോട്ടയിലാണെന്നാണ്. നമ്മൾ അബ്രഹാമിനെ മുഴുവൻ ധാരാളം സമ്പത്ത് കൊടുത്തു, അത് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചു നോക്കും. അതിൽ അബ്രഹാമിന് ഒരു കാലടി ദേശം കൊടുത്തില്ല എന്ന് സ്തെഫാനോസ് പ്രസംഗിക്കുന്നത്. എൻ്റെ പുസ്തകത്തിൽ അങ്ങനെയാണ്. അബ്രഹാമിന് ദൈവം ഒരു കാലടി ദേശം, കാരണം തനിക്ക് കൊടുക്കുന്ന ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിരിക്കുന്ന നഗരമാണ്. ശാപഗ്രസ്തമായിരിക്കുന്ന ഒരു ശ്മശാന ഭൂമി ഒരിക്കലും അബ്രഹാമിന് കൊടുക്കില്ല. പിന്നെ താൻ മേടിച്ചത് മക്ബല ഗുഹയാണ്. ചോദിച്ചല്ലോ, അത് ശവടക്കത്തിന് വേണ്ടി മാത്രമേ കൊള്ളുള്ളൂ. ആത്മീയമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് കിട്ടുന്നത് ഇതല്ല. ഇതിലോ ഹല്ലേലൂയ. എൻ്റെ പുസ്തകത്തിൽ എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ ഒരു വണ്ടി ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരിച്ചുപോയി. ആ ഹൈവേ പുസ്തകം എഴുത്തുകാരനാണ്. പുസ്തകം വിൽക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു M80 ആണ് അന്ന് ഓടിക്കുക, പച്ച കളറാണ്. അത് ഒരു ഹൈവേയിൽ വെച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടെമ്പോ പെട്ടെന്ന് മുമ്പിൽ പോകുന്നത് ഷട്ടർ ബ്രേക്ക് ഇട്ടപ്പോൾ പ്രതീക്ഷയില്ലാതെ പുള്ളി എന്ന് അതിൽ ഇരിച്ചു. ബാക്കിലേക്ക് തല അടിച്ച് വീണു. അതൊരു 92-ലായിരിക്കണം, 92. പക്ഷേ വളരെ ഒരു ശക്തമായിരിക്കുന്ന പ്രവർത്തനത്തിന് ദൈവം തന്നെ ഏൽപ്പിച്ചു. പുള്ളിയുടെ ബുക്കിൽ തന്നെ പുള്ളി മേരി ഫ്രാൻസിസ് എന്ന് വെച്ചിരിക്കുന്നത്, ചറമ്പൽ എന്നാണ് പുള്ളിയുടെ വീട്ടും പേര്. ആ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണെങ്കിൽ ആരുടെ വേണമെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കാമെന്നാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നത്. അത് നമ്മൾ ആത്മീയ കാര്യങ്ങൾ നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് അന്ന് മുതൽ വളരെയധികമായി 29 വർഷമായിട്ടും പുതിയ ആളുകൾ എന്നും കടന്നു വരും സംസാരിക്കും. 2 പേരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പുതിയ വിഷയങ്ങൾ, ഒരു സംശയം ബൈബിളിൽ ചോദിക്കാൻ എൻ്റെ അടുത്ത് വരും. ആരെങ്കിലും ഉണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു ഒരു ഹിന്ദു സഹോദരൻ രാധാകൃഷ്ണൻ. ഇതൊക്കെ അഡ്രസ്സില്ല, തെളിവില്ലാത്തവരാരുമില്ല. ഒരു ബെന്നി, ഒല്ലൂർ പള്ളി മാലാകര ക്രിസ്റ്റോഫറിൽ താമസിക്കുന്നതാണ്. മൂക്കിൻ്റെ തുമ്പത്തുനിന്നാണ് വന്ന് സ്നാനപ്പെട്ടത് ഇപ്പോൾ ഈ അടുത്ത്. എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഒരു ത്രില്ലാണ്. ഇതിലോ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ട് ആ വ്യക്തി മുന്നോട്ട് വന്ന് ഈ ദൈവത്തെ പിൻപറ്റി അയാൾ ഈ വചനത്തിലേക്ക് പൂർണ്ണമായി തൻ്റെ സമുദായം വിട്ടു, തൻ്റെ പള്ളി വിട്ടു.
അങ്ങനെ പോയിട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ സമുദായത്തിനേലും വലിയ ശക്തിയുള്ള ആത്മാവാണ് നമ്മിൽ. നമുക്ക് തന്നെ അറിയാതെ ആ അറിവാണ് നമുക്ക് വേണ്ടത്. അത് ബാങ്കിലെ സമ്പത്തിനേക്കാളും വലുതാണ്. ഒരു സമയം കഴിഞ്ഞു, ഞാൻ നിർത്തണം. ഒരു കാര്യമുണ്ട്, ആത്മീയ ഗോൾ ആഗ്രഹിക്കുന്നത് പുറമേയുള്ള ഒരു രക്ഷയോടണം. അത് എൻ്റെ ജീവിതത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ദൈവം ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എനിക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്ത വേറൊരു പണിയും കൂടെ. ഇതൊക്കെ ഈ ജോൺ പോൾ 23 ലോകത്തോടൊരു മിയാക്കുൾപ്പേ പറഞ്ഞു, ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ലോകത്തോട് ക്ഷമ ചോദിച്ചു. അതുപോലെ ക്ഷമ ചോദിക്കേണ്ട ഒരു പാവമാണ് തിരുശേഷിപ്പല്ലാതെ ഏതോ കാര്യങ്ങൾ അവിടെ ഇവിടെയും കൊണ്ടുവച്ച് തിരുശേഷിപ്പാണെന്ന് പറഞ്ഞ് ധൂപം വെക്കുന്നത്. ലോകത്തോട് ക്ഷമ ചോദിക്കേണ്ട പാവമാണെന്നാണ് എൻ്റെ വിചാരം. അത് ക്ഷമ ചോദിക്കണം. അത് കാരണം അവിടെ തിരുശേഷിപ്പാണ് കൊണ്ടുവച്ചത്. മനുഷ്യരെ കളിപ്പിക്കല്ലേ? ഈ കളിപ്പിന് നിങ്ങളെല്ലാം ഞാനും എല്ലാം കൂട്ടിയിരുന്നില്ലേ? ഈ തിന്മയല്ലേ ഇത്? ശൂന്യമാക്കും നമ്മൾ ഏച്ചതാ. നിൽക്കരുതാത്ര നിൽക്കുകയല്ലേ ചെയ്തത്? ആർക്കാ ഇന്നലെ ബെന്യാമിൻ പറഞ്ഞതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവിടെ ധൂപം വെക്കുന്നവർക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ അവിടെ തിരുശേഷിപ്പായിരിക്കുന്നതെന്നോ? ജനത്തെ കളിപ്പിക്കാനുള്ള കുറേ സംവിധാനങ്ങളുമായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനെന്താണ് അന്ത്യമുണ്ടാകുന്നത്? ഞാൻ മദ്രാസിൽ നിന്ന് ഒരു പള്ളിയിൽ തിരുശേഷിപ്പ് കൊടുക്കാനായിട്ട് അവിടെ ഏതോ പള്ളിയിൽ മൗണ്ടോ ഏതാണ്ട് അവിടുത്തെ അച്ഛൻ, ഇപ്പം എനിക്കറിയാം അച്ഛന്മാരിവിടെ കാണുമായിരിക്കും, എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അവിടുത്തെ മൈലാപ്പൂരിലെ പഴയ കബറിടം പൊളിച്ചപ്പോൾ അവിടുത്തെ കല്ലും മണ്ണുമാണ് ശേഖരിച്ച് വെച്ച്, അതാണ് ചെപ്പിനകത്ത് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ മെത്രാച്ചനെ വിളിച്ചേച്ച് പറഞ്ഞു, തിരുമേനി എനിക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്, ഇതാണ് കൊണ്ടുവന്ന് തിരുശേഷിപ്പായിട്ട് വെക്കുന്നത്, അത് നല്ലതാണോ? എന്തിനധികം ആ പള്ളിയിൽ മാർത്തോമാശ്രീയുടെ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നു, എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ചില്ല. എനിക്കൊന്നുമില്ല, പ്രസംഗിക്കാൻ ഞാൻ നന്നായും തോന്നി. ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ വിളിച്ചു പറയുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അന്തരീക്ഷം മോശമായി പോയേനെ. അതുകൊണ്ട് അത് നന്മയ്ക്കായെന്ന് ഞാൻ വിചാരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണിങ്ങനെ ജനത്തിന് ഇഷ്ടമായതൊക്കെ. ഈ തിരുശേഷിപ്പ് സമർപ്പണവും അതിൻ്റെ പേരിലുള്ള ഒരു ഘോഷയാത്രയും എല്ലാം ജനത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ജനത്തിന് ഇഷ്ടമായ പരിപാടികൾ